ദൈവമാതാവിൻ്റെ ധന്യനാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ പരിശുദ്ധ ദേവാലയത്തിലെ പ്രധാന പെരുന്നാളാണ് ഓഗസ്റ്റ് മാസം 14-15 തീയതികളിൽ നാം ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മുടെ കൺവെൻഷൻ്റെ 2ാം ദിവസമാണ്. ഈ പ്രസംഗ ശുശ്രൂഷയിൽ, വചന ശുശ്രൂഷയിൽ നമ്മുടെ ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ കൂട്ടിവരുത്തിയിരിക്കുന്നത് എനിക്ക് വളരെ പ്രിയങ്കരനായ സജി അമീൽ അച്ഛനാണ്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. വളരെ നല്ല ഒരു വാഗ്മിയാണ്. നമ്മുടെ തിയോളജിക്കൽ സെമിനാരിയിൽ അധ്യാപകനാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങളായിരുന്നു. എനിക്ക് ദീർഘകാലത്തെ സ്നേഹബന്ധമുണ്ട് അമീൽ അച്ഛനുമായിട്ട്. ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹം സ്വീകരിക്കുകയും കൃത്യസമയത്ത് ഇവിടെ വരികയും ചെയ്തു. ബഹുമാനപ്പെട്ട അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ വചന ശുശ്രൂഷയെ സംബന്ധിപ്പാൻ തക്കവണ്ണം വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ പൊതുതുല്യനായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ ഇടവയുടെ പ്രീതനായ വികാരിയോധനായ MC ജോർജ് മേജർ അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, ഈ അനുഗ്രഹീത ദേവാലയത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. അവസരവും സാവകാശവും എനിക്ക് ഒരുക്കിയ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ആമുഖമായി രേഖപ്പെടുത്തട്ടെ. പരിശുദ്ധിയായ ദൈവമാതാവിന്റെ പുണ്യ സ്മരണയിലും ദൈവത്തിന്റെ മാതാവായി തീർന്നവരുടെ അനുഗ്രഹീതമായ ഓർമ്മയിലും നാം ഇടവകയായി സമൂഹമായി ഒന്നുചേരുമ്പോൾ വിശ്വാസ ജീവിതത്തിന്റെ അമൂർത്ത ഭാവമായി വിശുദ്ധ വേദപുസ്തകവും സഭാപാരമ്പര്യവും പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ കന്യകയുടെ ഓർമ്മയിൽ നാം പങ്കുചേരുമ്പോൾ ആ പരിശുദ്ധയായ ദൈവമാതാവിന്റെ സജീവമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്രസരസ്കനായി നിന്ന് ഈ രാത്രി കൂട്ടായ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി സമർപ്പിക്കപ്പെടുന്ന പ്രധാന വേദഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ സന്ധ്യയുടെ കൂട്ടായ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി കർത്താവിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുത്ത് ക്രമീകരിച്ച് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വേദചിന്തകൾ വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് അതിന്റെ 9-ാമത്തെ വാക്യത്തിന് പ്രത്യേകമായ ഊന്നൽ നൽകി ഈ സന്ധ്യയുടെ ശുശ്രൂഷ ദൈവാത്മാവിൽ പൂർത്തീകരിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയും വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അത് കേട്ടിട്ട് അവൻ ആശ്ചര്യപ്പെട്ടു, തിരിഞ്ഞു നോക്കി, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു അത് കേട്ടിട്ട് അവൻ ആശ്ചര്യപ്പെട്ടു, തിരിഞ്ഞു നോക്കി, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ ദൈവമാതാവിനെ പറ്റി ഓർക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയും ആരാലും അനുകരിക്കപ്പെടുവാൻ കഴിയാത്ത വിശ്വാസത്തിന്റെ ആഴവുമാണ് നാം പ്രധാനമായും ചിന്തിക്കേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായവും അവതരിപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെട്ട, ക്രിസ്തുവിനാൽ പ്രശംസിക്കപ്പെട്ട ഒരു പട്ടാള ഉദ്യോഗസ്ഥന്റെ വിശ്വാസ ജീവിതത്തെ പറ്റിയാണ്. വിജാതീയനായ ഒരു പട്ടാള ഉദ്യോഗസ്ഥന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ് ഈസ് സംതിങ് റിമാർക്കബിൾ. വിശ്വാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി നമുക്ക് ആകാംക്ഷയുണ്ട്. ആരാണ് യഥാർത്ഥ വിശ്വാസി? എന്താണ് യഥാർത്ഥ വിശ്വാസം? ഞാൻ വിശ്വാസിയായിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യം ഇന്ന് നാം നിരന്തരം എപ്പോഴും ഉന്നയിക്കാറുണ്ട്. വിശ്വാസ ജീവിതത്തിന് ചിലപ്പോഴെങ്കിലും സഭാജീവിതം മാറ്റി പരീക്ഷിക്കാമെന്ന് ചിന്തിക്കുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ടാവാം.
എന്നാൽ വിശ്വാസ ജീവിതത്തെ പറ്റി വിശുദ്ധ വേദ പുസ്തകം എന്ത് പറയുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ ഈ രാത്രി വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന് നമ്മുടെ ഹൃദ്യമായി ചിലത് സംസാരിക്കുവാനുണ്ട്. വിശുദ്ധ വേദപുസ്തക പഠിതാക്കളെ ഏറെ അമ്പരപ്പിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഈ വേദഭാഗത്തുള്ളത്. ക്രിസ്തുവിന്റെ ഭാഗത്തു നിന്ന് യേശുദമ്പുരാന്റെ കാലഘട്ടത്തിൽ അനേകം മഹാപുരോഹിതന്മാരും മതഗ്രന്ഥങ്ങളിൽ താല്പര്യമുള്ള ശാസ്ത്രിമാരും ദേവാലയ ഭക്തിയിൽ താല്പര്യമുണ്ടായിരുന്ന പരീക്ഷന്മാരും സാധുക്യന്മാരും ഒക്കെ ജീവിച്ചിരുന്ന പശ്ചാത്തലത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിജാതീയനായ ഒരു പട്ടാള ഉദ്യോഗസ്ഥന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ക്രിസ്തു പറയുകയാണ്, ദിസ് ഈസ് സംതിങ് റിമാർക്കബിൾ, ഇത് ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം ശ്രേഷ്ഠമാക്കുവാൻ ആരെ കൊണ്ടും പറ്റും? എല്ലാവരെയും കൊണ്ടും പറ്റും. അത് ഉന്നത ശ്രേണിയിലായാലും സമൂഹത്തിന് താഴേക്കിടയിലുള്ള ആയിരുന്നവനായാലും ആരെ കൊണ്ടും വിശ്വാസ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുവാൻ കഴിയും. ആരുടെയും വിശ്വാസത്തെ ദൈവം ശ്രേഷ്ഠമായി എണ്ണും എന്ന സുന്ദരമായ ദർശനങ്ങളാണ് ഈ വേദഭാഗത്ത് നിറയുന്നത്. ഈ രാജ്യങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ വിജാതീയനായ ശതാധിപന്റെ വിശ്വാസം ശ്രേഷ്ഠമെന്ന് ക്രിസ്തു പറയുവാനുള്ള കാരണങ്ങൾ എന്താണ്? ഈ വേദഭാഗത്ത് തന്നെ 3 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഓരോ വിശ്വാസിയുടെയും വിശ്വാസ ജീവിതം ശ്രേഷ്ഠമാകുവാൻ ഈ 3 കാരണങ്ങൾ അനിവാര്യമാണെന്ന ബോധ്യത്തോടുകൂടി ശതാധിപന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആധാരമായി ക്രമീകരിക്കപ്പെട്ട 3 ശ്രേഷ്ഠ ഗുണങ്ങളെ പങ്കുവെച്ച് ഈ രാത്രിയുടെ ശുശ്രൂഷയ്ക്ക് വിരാമമിടാം. വിജാതീയനായ ശതാധിപന്റെ വിശ്വാസം ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെടുവാനുള്ള ഒന്നാമത്തെ കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലാണുള്ളത്. 7-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ പറഞ്ഞയച്ചു. ഈ വേദഭാഗം വളരെ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ ഒരു ചെറിയ വാക്യമുണ്ട്, ശതാധിപന് പ്രിയനായി ദീനം പിടിച്ച് മരിപ്പാറായിരുന്ന ഒരു ദാസനുണ്ടായിരുന്നു എന്ന് ലൂക്കോസ് സുവിശേഷകൻ ശ്രദ്ധയോടെ ആവിഷ്കരിക്കുകയാണ്. നമ്മൾ ഒത്തിരി ഇഷ്ടങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ്. ചിലതിനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ദാറ്റ്സ് എ ക്രേസി വൺ. നമ്മുടെ തലമുറ പലതിനെയും നോക്കിക്കൊണ്ട് അതെനിക്ക് ഇഷ്ടമാണ്, എന്തുകൊണ്ടത് ഇഷ്ടമാണ്, പലതിനെയും നാം പ്രിയപ്പെടാറുണ്ട്. പക്ഷെ നമ്മുടെ പ്രിയം, പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യയിലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയം, നമ്മുടെ ഇഷ്ടങ്ങളെയും പ്രിയങ്ങളെയും നിർണയിക്കുന്നത് 3 നിർണായക ശക്തികളാണ്. കളർ, കവർ ആൻഡ് കവറേജ്. കളറും കവറും കവറേജും ഇതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഇഷ്ടാനിഷ്ടാനങ്ങളെ ഇന്ന് നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വേദപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വേദപുസ്തകത്തിൽ ഈ പട്ടാള ഉദ്യോഗസ്ഥന്റെ ഒരു ഇഷ്ടത്തെ പറ്റി, ഒരു പ്രിയത്തെ പറ്റി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടം കളറിനോടും കവറിനോടും കവറേജിനോടുമല്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടം തന്റെ വീട്ടിൽ ദീനം പിടിച്ച് മരിപ്പാറായിരുന്ന ഒരു ദാസൻ, ഒരു അടിമയോടാണ്. ഈ വേദഭാഗത്തെ കുറച്ചുകൂടെ അർത്ഥപൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഒരു അടിമയ്ക്ക് എന്ത് വിലയുണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഒരു അടിമയുടെ വിലയെ പറ്റി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഒരു അടിമ ജോലി ചെയ്യുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ഒരു ഇഷ്ടിക താഴെ വീണ് ഉടഞ്ഞുപോയാൽ യജമാനൻ അവനെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. എന്നാൽ ജോലി ചെയ്യുമ്പോൾ ഒരു അടിമ താഴെ വീണ് മരിച്ചുപോയാൽ ആരോടും ചോദിക്കാതെ വലിച്ചിട്ട് കത്തിക്കുമായിരുന്നു. ഒരു ഇഷ്ടികയുടെ വില പോലും ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ആർക്കുണ്ടായിരുന്നില്ല, ഒരടിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഇഷ്ടികയുടെ വില പോലും ഉണ്ടാകാത്ത തന്റെ വീട്ടിലെ ഒരു അടിമയുടെ ജീവനെ പറ്റി ആകാംക്ഷപൂർണമായ സമീപനം കൈക്കൊള്ളുന്ന ഒരു ശതാധിപനെ പറ്റിയാണ് ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ ശരീരത്ത് അധികാരത്തിന്റെ നക്ഷത്രത്തിളക്കങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അച്ചടക്കത്തിന്റെ ശരീരഭാഷകളുണ്ട്. അദ്ദേഹം വരിക എന്ന് പറയുമ്പോൾ വരുവാൻ ആളുണ്ട്, പോകുക എന്ന് പറയുമ്പോൾ പോകുവാൻ ആളുണ്ട്. ഒരടിമയ്ക്ക് പകരം നിരവധി അടിമകളെ കിട്ടുവാനുള്ള സ്വാധീനവും അധികാരവും പദവിയും ഒക്കെ ഈ പട്ടാള ഉദ്യോഗസ്ഥനുണ്ട്. എന്നിട്ടും ഈ പട്ടാള ഉദ്യോഗസ്ഥൻ തന്റെ വീട്ടിലെ ദീനം പിടിച്ച് മരിപ്പാറായിരുന്ന ഒരടിമയുടെ ജീവന്റെ വിലയെ പറ്റി ആകാംക്ഷ വരുന്നതാണ്. That is the quality of his habit which realized the value of life.
ജീവന്റെ വില തിരിച്ചറിയുന്ന നല്ല ശീലങ്ങൾ ആർക്കുണ്ടായിരുന്നു? ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തുന്ന പട്ടാള ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ശ്രേഷ്ഠമാകണമെങ്കിൽ, വിശ്വാസ ജീവിതം ശ്രേഷ്ഠമാകണമെങ്കിൽ ജീവന്റെ വിലയെ പറ്റിയുള്ള നല്ല തിരിച്ചറിവുകൾ ഉണ്ടാകണമെന്ന വലിയ പാഠമാണ് വിശുദ്ധനായ ലൂക്കോസ് സുവിശേഷകൻ ഈ വേദഭാഗത്ത് പങ്കുവെക്കുന്നത്. ധന്യയായ, ഭാഗ്യവതിയായ, അനുഗ്രഹീതയായ പരിശുദ്ധിയായ ദൈവമാതാവിന്റെ ജീവിത ദർശനത്തിലേക്ക് എത്തുമ്പോഴും ഈ വലിയ അനുഭവങ്ങളാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ സമർപ്പിക്കപ്പെടുമ്പോൾ അമ്മയുടെ ആകാംക്ഷ ഈ ലോകത്തിന്റെ ജീവനെ പറ്റിയാണ്, ഈ ലോകത്തെ മനുഷ്യന്റെ വിമോചനത്തെ പറ്റിയാണ്, അവരുടെ പാപമംഗലമല്ലാത്ത ജീവിത അനുഭവങ്ങളെ പറ്റിയാണ് പരിശുദ്ധയായ അമ്മ ദർശനം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവന്റെ വിലയെ പറ്റിയുള്ള തിരിച്ചറിവ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഭാഗമാണ് എന്ന് തിരിച്ചറിയണം. വീണ്ടും മാമല നാട്ടിലേക്ക് ബന്ധപ്പെട്ട് യാത്രയാവുന്ന മറിയാമിനെ പറ്റി സുവിശേഷത്തിൽ ഹൃദ്യമായ വർണ്ണനകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗർഭിണികൾ ഇന്ന് ബെഡ് റെസ്റ്റുകളെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഗർഭാവസ്ഥകളും ഗർഭിണികളും ഒക്കെ ബെഡ് റെസ്റ്റിലേക്കും പിന്നെ സിസ്റ്ററിലേക്കും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഗർഭവതിയായ ഒരമ്മ, യേശുദമ്പുരാനെ ഉദരത്തിൽ ചുമക്കുന്ന ഒരമ്മ കഷ്ടപ്പെട്ട് മാമല നാട്ടിലേക്ക് യാത്ര ചെയ്ത് തന്റെ സഹോദരിയായ എലിസബത്തിന്റെ ആ സന്തോഷത്തിൽ പങ്കുചേരുന്ന വലിയ അനുഭവം. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയിൽ ഇതുണ്ട്. അവരുടെ ജീവനെ പറ്റിയുള്ള ബോധ്യങ്ങൾ, അത് വിശ്വാസ ജീവിതത്തിന്റെ ക്വാളിറ്റിയാണ്. പക്ഷെ നമ്മുടെ ചിന്ത, ആർക്കെന്ത് സംഭവിച്ചാലും എനിക്ക് മാത്രം ഒന്നും സംഭവിക്കരുത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യക മറിയാം തന്നെ പറ്റി മാത്രം ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് മധ്യസ്ഥ അണയ്ക്കാൻ അമ്മ ചരിത്രത്തിലുണ്ടാവില്ല. അമ്മയോട് ചോദിക്കുകയാണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞ് അനുഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവളെ, നിന്റെ ഉദരവും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ പ്രതീക്ഷകളും നിന്റെ സ്വപ്നങ്ങളും നിന്റെ വിവാഹ സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെച്ച് നിന്റെ ഉദരം ദൈവോത്തരന് വഹിക്കുമൊത്തക്കമാണ് വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോ സ്വന്തം ജീവനെ പറ്റിയോ ഉള്ള ആകാംക്ഷയേക്കാൾ ഉപരിയായി മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റിയുള്ള ആകാംക്ഷയാണ്. അത് അമ്മയുടെ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലൂക്കോസ് സുവിശേഷം നമ്മോട് പറയുന്നു, ക്രിസ്തുവിനാൽ വിശ്വാസ ജീവിതം അംഗീകരിക്കണമെങ്കിൽ ഗാനങ്ങളുടെ ആരോഹണക്രമങ്ങൾ ഉണ്ടായാൽ പോരാ, വചന വിസ്ഫോടനങ്ങളുടെ ലോക കാലഘട്ടങ്ങൾ ഉണ്ടായാൽ പോരാ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ജീവിതം ഉണ്ടായതിലും പോരാ. വിശ്വാസ ജീവിതം ശ്രേഷ്ഠമാകണമെങ്കിൽ ജീവന്റെ വിലയെ പറ്റിയുള്ള നല്ല ബോധ്യങ്ങൾ നമുക്കുണ്ടാകണമെന്ന് ഈ വേദഭാഗം നമുക്ക് പറഞ്ഞു തരുകയും, വിശുദ്ധ വേദ പുസ്തകത്തിൽ ധാരാളം പട്ടാള ഉദ്യോഗസ്ഥന്മാരെ പരിചയപ്പെടുന്നുണ്ട്. കരുണ പറ്റിയ, ആർദ്രത പറ്റിയ ഒത്തിരി പട്ടാള ഉദ്യോഗസ്ഥന്മാരെ പറ്റി വേദപുസ്തകത്തിൽ സൂചനകളുണ്ട്. യേശുദമ്പുരാന്റെ ജനന സമയത്ത് 2.5 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കാലപുരിക്ക് പറഞ്ഞയക്കുന്നത് പട്ടാള ഉദ്യോഗസ്ഥനാണ്. ഇതേ ശതാധിപൻ ആ സാന്നിധ്യം വഹിക്കുന്ന കിരാതനായ രാജാവിന്റെ പട്ടാള സഹപ്രവർത്തകരായ പട്ടാള ഉദ്യോഗസ്ഥന്മാരാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ കഷ്ടാനുഭവത്തിന്റെ വേളയിൽ തമ്പുരാന്റെ മുതുകത്തേക്ക് ചാട്ടാവർ ആചരിക്കുന്ന, തമ്പുരാന്റെ ശിരസിലേക്ക് മുൾക്കിരീടം ചാട്ടിക്കൊടുക്കുന്ന, അതിന്മേൽ കോലടിച്ച് രസിക്കുന്ന, തമ്പുരാന്റെ ചങ്കിലേക്ക് കുന്തം പാഞ്ഞു കെട്ടുന്ന അങ്ങനെ നിഷ്ഠൂരന്മാരായ ഒത്തിരി പട്ടാള ഉദ്യോഗസ്ഥന്മാരെ പറ്റി വേദപുസ്തകത്തിൽ സൂചനകളുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ വേദഭാഗത്ത് നാം കാണുന്നത് തന്റെ വീട്ടിൽ ഒരു ഇഷ്ടികയുടെ വില പോലും സമൂഹം കൽപ്പിക്കാത്ത ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ ജീവന്റെ വിലയെ പറ്റി, സൗഖ്യത്തെ പറ്റി ആകാംക്ഷപൂർവ്വമായ നിലപാടെടുക്കുന്ന ഒരു ശതാധിപനെ പറ്റി. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധനങ്ങളുടെ വിലയെ പറ്റി വല്ലാത്ത ആകാംക്ഷയാണ്. പെട്രോൾ മുതൽ പച്ചക്കറി വരെ എല്ലാത്തിനും തീ പിടിച്ച വിലയാണെന്ന് എപ്പോഴും നമ്മൾ പരാതിപ്പെടാറുണ്ട്. പക്ഷേ ജീവന്റെ വിലയെ പറ്റി എന്ത് ആകാംക്ഷയാണ് നമുക്കുള്ളത്? സ്വന്തം ജീവന്റെ വിലയെ പറ്റി ആകാംക്ഷയുള്ളവരും അവരുടെ ജീവന്റെ വിലയെ പറ്റി ആകാംക്ഷയുള്ളവരും എത്ര പേര് ഇവിടെ ഉണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്, ഗൗരവപൂർണമായ ചോദ്യങ്ങളിലൊന്നാണ്. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ കുപ്പി ക്ലാസ് എത്തിപ്പിടിക്കുമ്പോ അമ്മ പറയും, മോളെ സൂക്ഷിക്കണം. ആ കുഞ്ഞ് ആ കുപ്പി ക്ലാസ്സിൽ മുറുകെ പിടിക്കും. കൊച്ചിനറിയാം ഇത് താഴെ വീണ് പൊട്ടിപ്പോയാൽ അപ്പന് 16 രൂപ നഷ്ടമാണെന്ന്. അപ്പൊ കുപ്പി ക്ലാസിന്റെ വിലയെ പറ്റി ഒരു കൊച്ചു കുഞ്ഞിന് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോ വീട്ടിലെ വല്യപ്പച്ചന്റെയോ വല്യമ്മയുടെയോ ജീവന്റെ വിലയെ പറ്റി എന്ത് ബോധ്യങ്ങളുണ്ട്
ഈ തലമുറയോട് സംസാരിക്കുന്നത്, പോയിരുന്ന് പഠിക്കടാ, നിന്റെ കാര്യം. ഈ സമൂഹത്തിന് ഇപ്പം നൽകുന്ന സന്ദേശങ്ങൾ ഒന്നാണ്, പോയിരുന്ന് പഠിക്കടാ, നിന്റെ കാര്യം നോക്കണം. എത്ര വലിയ മഹത്തായ സന്ദേശമാണ്. നമ്മുടെ കുട്ടികൾ അമ്മമാർ അടുക്കളയിൽ പലഹാരം ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് അടുത്തുകൂടാറുണ്ട്. 2 ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഒന്ന്, അമ്മയുമായി അല്പം വർത്തമാനമൊക്കെ പറഞ്ഞ് സമയം മെനക്കെടുത്ത. 2, അമ്മയുണ്ടാക്കുന്ന പലഹാരം അല്പം സ്വന്തമാക്കാം. ഇതിന് പക്ഷേ അടുക്കളയിൽ കിടന്ന കുഞ്ഞിനെ കാണുമ്പോൾ മമ്മിക്ക് ടെൻഷനാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ ചെന്നപ്പോൾ ക്ലാസ് ടീച്ചർ പ്രത്യേകം പറഞ്ഞു, കുഞ്ഞ് മാത്തമാറ്റിക്സിന് വീക്കും ബോട്ടണിക്ക് പോക്കുമാണ്. അതാണ് മമ്മിയുടെ ആകാംക്ഷ. എന്നിട്ട് മമ്മി പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ ബോട്ടണിയുടെ പോക്കിനെസ്സും മാത്തമാറ്റിക്സിന്റെ വീക്ക്നെസ്സും മാറണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, പോയിരുന്ന് പഠിക്കട, നിന്റെ കാര്യം നോക്കണം. പരിശുദ്ധ ദൈവമാതാ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ. നമ്മൾ പറയുന്നു, നിന്റെ കാര്യം. കാതലായ വ്യതിയാനമുണ്ട്. നിന്റെ കാര്യം നോക്ക്. അവൻ അവന്റെ കാര്യം നോക്കി. പഠിച്ച് മിടുമിടുക്കനായി മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അവന് മെച്ചപ്പെട്ട ഒരു വിവാഹ ജീവിതത്തിലേക്ക് നാം കൈപിടിച്ച് ആനയിച്ചു. അവനും പ്രിയ മകനും പ്രിയ മകളും വീട്ടിൽ താമസമായി. 2 ആഴ്ച താമസിച്ചപ്പോഴേക്കും പപ്പായ്ക്ക് കാര്യത്തിന്റെ ഗൗരവം പിടി കിട്ടി. പപ്പ മെല്ലെ മോനെ വിളിച്ചിട്ട് കാതി പറഞ്ഞു, മോനെ, നീ അവിടെ കാര്യം നോക്കിയാൽ പോരാ, പിന്നെ നോക്കൂ. ഇതാണ് കൊടുത്താൽ പാത്താമുട്ടൻ ചാപ്പലിലും കിട്ടുമെന്ന് പറഞ്ഞതിന്റെ ചൊല്ലിന്റെ ആധാരം. ഇവിടെ നാം ആരുടെയും ജീവനെ പറ്റി ആകാംക്ഷകളില്ലാത്ത, ആരുടെയും ജീവനെ പറ്റി യാതൊരു കൺസേൺ ഇല്ലാത്ത ഒരു ജീവിതക്രമങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗമായി മാറുകയാണ്. അവിടെ വിശ്വാസത്തെ സൃഷ്ടിക്കാനുള്ള തീവ്രതയിൽ നമ്മുടെ ജീവിതത്തെ ആക്കി വെക്കുകയാണ്. പക്ഷെ പരിശുദ്ധിയായ അമ്മയും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ശതാധിപൻ അതിശക്തമായി തിരുത്തുന്നു. ജീവന്റെ വിലയെപ്പറ്റി ബോധ്യമില്ലാതെ, ജീവിതത്തിന്റെ വിലയെപ്പറ്റി ബോധ്യമില്ലാതെ എന്ത് ശ്രേഷ്ഠമാകില്ല? നിന്റെ വിശ്വാസ ജീവിതം ശ്രേഷ്ഠമാകില്ല. ജീവന്റെ വിലയെ പറ്റിയുള്ള നല്ല ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. പക്ഷെ ജീവന്റെ വിലയെപ്പറ്റിയുള്ള ബോധ്യങ്ങൾ അനുദിനം നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടമാണ്. ഈ അടുത്ത കാലത്ത് തിരുവല്ലയ്ക്കടുത്ത് മുത്തൂരിനടുത്ത് അതിദാരുണമായ ഒരു കൊലപാതകം അരങ്ങേറി. കൊലപാതകി ഒരു +1 വിദ്യാർത്ഥിയാണ്. ഈ കൊലപാതകം കഴിഞ്ഞ് 4-5 മണിക്കൂറുകൾക്ക് ശേഷം വീട്ടിലൊന്ന് എത്തേണ്ടി വന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ +1 വിദ്യാർത്ഥിയുടെ ക്ലാസ് ടീച്ചർ എന്റെ ഭാര്യയായി പോയി എന്ന് ഗതികൾ എനിക്കുണ്ട്. ആ വീട്ടിലെത്തി. ദൃക്സാക്ഷികൾ പറയുന്നത് സാക്ഷര കേരളത്തിനൊന്നും ഒട്ടും ഭൂഷണമല്ലാത്ത വിവരണങ്ങളാണ്. ദൃക്സാക്ഷികൾ പറഞ്ഞു, 84 വയസ്സ് പ്രായമുള്ള വല്യമ്മയുടെ പടലിയറത്ത് മുറിച്ച് കണ്ടിച്ച് താഴെയിട്ടതിനു ശേഷം ഈ മകൻ ഈ വല്യമ്മയുടെ ശവശരീരത്തിന്റെ മുകളിൽ കയറി നൃത്തം ചവിട്ടിയിരുന്നു. കൂട്ടത്തിൽ അമ്മ തടയാനും അമ്മയും മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ച് താഴെയിട്ടു. അമ്മയുടെ ശരീരത്തിൽ നിന്ന് രക്തമാർത്തിയോടെ വാരി കുടിച്ചു. തലയാകെ മരുത്ത്, ചിന്തകളാകെ മരുത്ത്. തിരിച്ചു കാറിലേക്ക് കയറുമ്പോ എന്റെ ഭാര്യ പറഞ്ഞു, ഷോ കഷ്ടമായി പോയി, അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. ഇതാണ് ഈ പറയാൻ പ്രേരിപ്പിച്ചത്. ഷോ കഷ്ടമായി പോയി, അവന് ഫിസിക്സ് അറിയാമായിരുന്നു, കെമിസ്ട്രി അറിയാമായിരുന്നു, ജോഗ്രഫി അറിയാമായിരുന്നു, എല്ലാം അറിയാമായിരുന്നു. പക്ഷെ ജീവന്റെ വില മാത്രം. പ്രിയപ്പെട്ടവരെ, ഫിസിക്സ് അറിയാവുന്ന കുഞ്ഞിന് ജീവിതത്തിന്റെ ഫിസിക്സ് അറിയാൻ പറ്റാതെ പോയെങ്കിൽ, കെമിസ്ട്രി അറിയാവുന്ന കുഞ്ഞിന് ജീവിതത്തിന്റെ കെമിസ്ട്രി അറിയാതെ പോകുന്നുവെങ്കിൽ, ചരിത്രം അറിയാവുന്ന കുഞ്ഞിന് അപ്പന്റെയും അമ്മയുടെയും ജീവിതത്തിന്റെ ചരിത്രം പോലും, കഷ്ടപ്പാടിന്റെ ചരിത്രം പോലും അറിയാതെ പോകുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്താണ് നാം ഉന്നം വെക്കുന്നത്? അമ്മ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ഇതാണ് കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ജീവന്റെ വിലയുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. ഈ പട്ടാള ഉദ്യോഗസ്ഥനെ ഏറെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതം ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെടുന്നത് ഈ വലിയ അനുഭവങ്ങളെ പറ്റിയാണ്. നമ്മുടെ തലമുറയെ പറ്റി ഈ ബോധ്യം നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? അവരവരൊക്കെ വെടിവെടുക്കന്മാരാ. പക്ഷെ ആ കുഞ്ഞിന് ജീവന്റെ വിലയെ പറ്റി ബോധ്യമുണ്ട് എന്ന തിരിച്ചറിവ് വളരെ ആത്മാർത്ഥമായി പങ്കുവെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എനിക്ക് ജീവിതത്തിൽ സാധ്യമാകുമോ? ഈ തലമുറയ്ക്ക് സ്വന്തം അപ്പന്റെയും അമ്മയുടെയും ജീവന്റെ വിലയെ പറ്റി ബോധ്യമുണ്ടോ? എന്റെ 19 വർഷത്തെ കൺവെൻഷൻ യാത്രകൾക്കിടയിൽ കണ്ണുനീരൊഴുക്കുന്ന ധാരാളം മാതാപിതാക്കന്മാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തകർന്നു നിന്നൊരു പിതാവ് പറഞ്ഞു, അച്ഛൻ നല്ല പ്രായത്തിൽ കള്ളവണ്ടി കയറി ബോംബെയിലെത്തി 10-35 വർഷം ബോംബെയിൽ ജോലി ചെയ്ത് എന്റെ കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട്
തിരിച്ചു വന്ന അപ്പന്റെ മുഖത്ത് നോക്കി കൊച്ചു ചോദിച്ചു, അപ്പൻ എനിക്ക് എന്താ ചെയ്തത്? മകന്റെ ചോദ്യമാണ്. നൊന്ത് പ്രസവിച്ച അമ്മമാരോട് കുട്ടികൾ ചോദിക്കുന്നു, പ്രസവിച്ചത് ഇത്ര വലിയ മഹാത്യാഗമാണോ, മഹാകാര്യമാണോ ചോദിക്കുമ്പോൾ എവിടെയാ? ഈ സമൂഹത്തിന് അറിവുണ്ട്, ഈ സമൂഹത്തിന് സംസ്കാരമുണ്ട്, ഈ സമൂഹത്തിന് ഉന്നതികളും ഉന്നത കുലജാതന്മാരുമുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ജീവന്റെ വിലയെപ്പറ്റി എന്ത് ബോധ്യങ്ങളാണ് ഈ തലമുറയ്ക്കുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിൽ നാം ആർത്തിയോടെ വാദിച്ച ഷെഫീഖ് എന്ന കുട്ടിയുണ്ട്. നമുക്കറിയാം, ലോകത്തിന്റെ പരമ്പരാഗത വിശ്വാസമാണ് ആരുടെ അടുത്ത് സുരക്ഷിതരല്ലെങ്കിലും തന്റെ കുട്ടികൾ അപ്പന്റെയും അമ്മയുടെയും അടുത്ത് സുരക്ഷിതരാകണമെന്ന് ലോകത്തിന്റെ പരമ്പരാഗത വിശ്വാസങ്ങളിൽ ഒന്നാണ്. ആ പരമ്പരാഗത വിശ്വാസം തകർക്കപ്പെട്ടില്ലേ? അമ്മ രണ്ടാനമ്മയാ, പക്ഷെ അപ്പൻ സ്വന്തം അപ്പനല്ലേ? സ്വന്തം അപ്പന്റെ കയ്യിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരണത്തോട് മല്ലടിക്കുന്ന ഒരു കുട്ടി ഈ അടുത്ത കാലത്ത് നമ്മുടെ ചിന്തകളിൽ കടന്നു വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവന്റെ വിലയെപ്പറ്റി എന്ത് ബോധ്യങ്ങളാണ് ഈ തലമുറയ്ക്കുള്ളത്? അതാണ് ഈ ശതാധിപൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധ അമ്മയുടെ ജീവിത ദർശനത്തോട് ചേർന്ന് നമ്മോട് പറയുന്നത്. ജീവന്റെ വിലയെപ്പറ്റി ഉള്ള ബോധ്യങ്ങൾ ഈ തലമുറയ്ക്കുണ്ടാകണം. ഈ തലമുറയ്ക്ക് പെട്രോളിന്റെ വിലയെപ്പറ്റി ബോധ്യമുണ്ടായാൽ പോരാ. ഈ തലമുറയ്ക്ക് വസ്തുവകളുടെ വിലയെപ്പറ്റി ബോധ്യമുണ്ടായാൽ പോരാ. ഈ തലമുറകൾക്ക് സ്വന്തം ജീവന്റെ വിലയെപ്പറ്റിയും അവരുടെ ജീവന്റെ വിലയെപ്പറ്റിയും നല്ല ബോധ്യങ്ങൾ ഉണ്ടാകണം. ജീവന്റെ വിലയെപ്പറ്റി ബോധ്യങ്ങളുള്ളവനാണ് നല്ല ശമരിയാക്കാരൻ. ഞാൻ പഠിപ്പിച്ചതല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആരാണ് നല്ല ശമരിയാക്കാരൻ? ചോദ്യത്തിന് ഉത്തരം, വഴിയോരത്ത് മുറിവേറ്റ് കിടന്ന മനുഷ്യനെ തോളിലെത്തി സത്രത്തിലെത്തിയവനെയാണ് വേദപുസ്തകം നല്ല ശമരിയാക്കാരനെന്ന് പേരിട്ട് വിളിച്ചത്. അതിനു മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി വഴി കടന്നുപോയി ഒരു പുരോഹിതൻ, ഒരു ലേവി. അവരെ പറ്റി ഒരു എഴുത്തുകാരൻ പറഞ്ഞു, പുരോഹിതനും ലേവിയും ദേവാലയത്തിലെത്തി, പക്ഷെ ദൈവത്തിലെത്തിയില്ല. ശമരിയാക്കാരൻ സത്രത്തിലെത്തി, പക്ഷെ ദൈവത്തിലെത്തി. സുന്ദരമായ തിരിച്ചറിവാണ്. ദേവാലയത്തിലെത്തി, എവിടെത്തിയില്ല? ദൈവത്തിലെത്തിയില്ല. സത്രത്തിലെത്തി, എവിടെത്തി? ദേവാലയത്തിൽ, ദൈവത്തിലെത്തി. അതെ, ജീവന്റെ വിലയെപ്പറ്റി ബോധ്യമുള്ള നല്ല ശീലങ്ങൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളിപ്പം പുതിയ ശീലങ്ങളെ ജീവിതത്തിലേക്ക്, ഏത് ശീലങ്ങളെ വരവേൽക്കുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിനെ നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ പുതിയ ജീവിതത്തെ, പുതിയ ശീലങ്ങളെ ജീവിതത്തിലേക്ക് വരവേൽക്കുമ്പോൾ can you assure the quality of life? Can you realize the quality of life and the value of life? ഏത് മൂല്യത്തെ വരവേൽക്കാം, പക്ഷെ ജീവന്റെ വില, ജീവിതത്തിന്റെ വില ഉറപ്പാക്കുവാൻ കഴിയുമോ എന്നത് ഈ സന്ധ്യയിൽ നാം ഗൗരവമായി നമ്മോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ശീലങ്ങളെ നാം വരവേറ്റിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ പഴയ വീടുകൾ ഓലമേഞ്ഞതായിരുന്നു. ഓലമേഞ്ഞ വീട് നാം താമസിച്ചപ്പോൾ ആരുടെ ഓട് മാറി. നമ്മൾ എന്ത് ചെയ്തു? ഓലയൊക്കെ വലിച്ചു പൊട്ടിച്ച് ഓടിട്ടു. എന്തിനാ ഇട്ടെന്ന് കൃത്യമായ ഉത്തരവ് നമുക്കില്ല. എല്ലാവരും മാറി, ഞങ്ങളും മാറി. ഓടിട്ട വീട്ടിൽ കുറെ നാൾ താമസിച്ച് ആരുടെ കോൺക്രീറ്റ് ചെയ്തു. നമ്മളെന്ത് ചെയ്തു? ഓടൊക്കെ തന്നെ പൊട്ടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു. പിന്നെ കോൺക്രീറ്റിന്റെ മണ്ടൊക്കെ ഓടിടുന്നു, ഭയങ്കര പുരോഗതി. അതുപോലെ ഞാൻ മണ്ടൊക്കെ ഷീറ്റ് ഇടുന്നു, ഭയങ്കര പുരോഗതി. ഓല മാറി ഓടിട്ടു, ഓട് മാറി ഷീറ്റ് ഇട്ടു, കോൺക്രീറ്റ് ഇട്ടു, പിന്നെ കോൺക്രീറ്റിന്റെ മണ്ടൊക്കെ ഓടിട്ടു. അതിന്റെ മണ്ടൊക്കെ ശീലങ്ങൾ. വേദപുസ്തകത്തിലുകൊണ്ട് ഈ ശീലങ്ങളെ പറ്റി, ദാവീദിനെ പറ്റിയാണ്. പടക്കളത്തിലേക്ക് യുദ്ധം ചെയ്യാൻ പോകുന്ന ദാവീദിന്റെ കയ്യിൽ കല്ലും കവണയും 5-6 വെള്ളാരക്കല്ലുകളും. ഇത് കണ്ടപ്പോൾ രണ്ടുപേര് കളിയാക്കി. ഒന്ന് കളിയാക്കിയത് അപ്പുറത്ത് വന്ന ഫിലിസ്ത്യമലനാണ്. അവൻ ചോദിച്ചു, നീ എന്നെ പട്ടി നായെ തല്ലിക്കൊല്ലാൻ പോലെ വരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. രണ്ടാമത് കളിയാക്കിയത് സ്വന്തം കൂട്ടുകാരാ, പട്ടാള ഉദ്യോഗസ്ഥന്മാരെ. നീ എന്തോ ചെയ്യാൻ പോവുക? യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് നോട്ട് എ പോസ്റ്റർ ഓഫ് എ സോൾജിയർ. ഇതൊരു പടയാളിയുടെ വേഷമല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഭാരമേറിയ പടച്ചട്ടകൾ ധരിക്കണം, ഭാരമേറിയ ഉടവാളുകൾ കയ്യിലെടുക്കണം. അപ്പം തോന്നി ഈ ചേട്ടന്മാര് പറയുന്നത് ശരിയായിരിക്കും, നമ്മളെ പോലെ ഈ ചേട്ടന്മാര് പറയുന്നത് ഒക്കെ ശരിയായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? ദാവീദിന്റെ കവട മാറ്റിവെച്ച്, ദാവീദിന്റെ വെള്ളാരക്കല്ലുകൾ മാറ്റിവെച്ച്, കൂട്ടുകാരെടുത്ത് ഭാരമേറിയ പടച്ചട്ട ദേഹത്ത് ധരിച്ചു, ഭാരമേറിയ ഉടവാള് കയ്യിലെടുത്തു. ദാവീദിന് ശ്വാസം പോലും നേരെ പോകുന്നില്ല, നേരെ പോകുന്നില്ല. ശ്വാസം
ശ്വാസം മുട്ടി. അപ്പൊ ദാവീദ് അവസാനം കൈയും കൂപ്പി പറഞ്ഞു, പൊന്നു ചേട്ടന്മാരെ, ഇതുകൊണ്ട് എനിക്കൊരു യുദ്ധത്തിൽ വിജയിക്കാൻ ഒരു ചുവട്ടടി വെക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയും? ഇതെന്റെ ശീലമല്ല. ദിസ് ഈസ് നോട്ട് മൈ ഹാബിറ്റ്. ഞാൻ എന്റെ പഴയ കവണയും വെള്ളാരക്കല്ലും അതെന്റെ ശീലമാണ്. സുറിയാനി ക്രിസ്ത്യാനിക്ക് ഒരു ശീലമുണ്ട്. അത് നോമ്പിന്റെ ഉപവാസത്തിന്റെ ഇതുപോലെയുള്ള സുനോയോ സംഗമങ്ങളുടെ ഒത്തിരി ശീലങ്ങളുണ്ട്. പക്ഷെ ഇപ്പം പല ശീലങ്ങളും ഈ സുറിയാനി ക്രിസ്ത്യാനികൾ പലരും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഈ കവണയും വെള്ളാരക്കല്ലുകളും മാറ്റി നിർത്തി ഭാരമേറിയ പടച്ചട്ടകൾ അവരെ ധരിപ്പിക്കുന്നുണ്ട്. ദാവീദ് പറഞ്ഞു, എനിക്കിത് വേണ്ട, എനിക്ക് ദൈവത്തിന്റെ കൃപ മാത്രം. ദാവീദ് ഭാരമേറിയ പടച്ചട്ടകൾ ഊരി മാറ്റി. ദാവീദ് ഭാരമേറിയ പടവാളുകൾ വലിച്ചെറിഞ്ഞു. വെള്ളാരക്കല്ലുകളുമായി യുദ്ധമുന്നണിയിലേക്ക് പോയി. ഒരു വെള്ളാരക്കല്ല് തികച്ചു വേണ്ടി വന്നില്ല ആര് പോകാൻ. മല്ലനായ ഗോലിയാത്ത്. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിനൊരു ശീലമുണ്ട്. ആ ശീലങ്ങളെ നമസ്കരിച്ചുകൊണ്ട്, ആ ശീലങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാം പലപ്പോഴും ഈ സമൂഹത്തിൽ പുതിയ തലങ്ങളിലേക്ക് എത്തുകയും നല്ലതാ. പഴയകാലത്തെ ശീലം കപ്പയും കഞ്ഞിയും ഒക്കെ മാറി ഇപ്പം ബാർബിക്യൂ, കെൻഡക്കി, ചിക്കിങ് പുതിയ കാലഘട്ടത്തിൽ നമ്മളെത്തി, നല്ലതാ. പക്ഷെ എന്റെ കാലത്ത്, എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഗ്യാസിനെ പറ്റി മാത്രമേ കേട്ടുള്ളൂ. ഇപ്പം കേൾക്കുന്ന ഗ്യാസ് ട്രബിളിനെ പറ്റിയാ. ഉത്തരം കണ്ടെത്തുക. ഗ്യാസ് എങ്ങനെ ട്രബിളായി? ഉത്തരം നമ്മൾ കണ്ടെത്തണം. എന്റെ ചെറുപ്പകാലത്ത് ഹാർട്ടിനെ പറ്റി കേട്ടു. ഇപ്പം പിന്നെ ഹാർട്ട് ബ്ലോക്കും പിന്നെ അറ്റാക്കുമായി എന്ന് എല്ലാവരും പരാതിപ്പെടുന്നു. ഹാർട്ട് അങ്ങനെ ബ്ലോക്കായി, ഹാർട്ട് അങ്ങനെ അറ്റാക്കായി. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കിഡ്നിയെ പറ്റി കേട്ടു. ഇപ്പം കേൾക്കുന്നു കിഡ്നി ഫെയിലും പിന്നെ കിഡ്നി ഡയാലിസിസ്. ഇതങ്ങനെ ഫെയിലായി മാറി. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ നേർവിനെ പറ്റി കേട്ടു. ഇപ്പൊ നേർവ് ബ്ലോക്കാന്ന് പറയാം, കണ്ണു കാറ്ററാക്ട് ആണെന്ന് പറയാം. എവിടെ? നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ശീലങ്ങൾ. ഒന്നിനും സമയമില്ലാത്ത നമ്മുടെ ശീലങ്ങൾ, അതിവേഗം പാകുന്ന നമ്മുടെ ശീലങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ. Can you assure the quality of life? നിന്റെ കുഞ്ഞിന് കയ്യിൽ ലാപ്ടോപ്പുമായി മന്ദം നടക്കുന്നതിന്റെ കുഞ്ഞിന് നിന്റെ ജീവന്റെ വിലയെ പറ്റി ബോധ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. എന്റെ ജീവനെ പറ്റി ബോധ്യമുള്ള തലമുറയാണ് വളർത്തുന്നത്. നാം ഉത്തരം കണ്ടെത്തിയാൽ മതി. ഇവിടെയാണ് ഈ ശതാധിപൻ ഇന്നു രാത്രി നമ്മെ അമ്പരപ്പിക്കുന്നത്. തന്റെ വീട്ടിൽ ഒരു ഇഷ്ടികയുടെ വില പോലും കൽപ്പിച്ചാകാത്ത ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയെ പറ്റി ആകാംക്ഷപൂർവമായ നിലപാടെടുക്കുന്ന ശതാധിപൻ. അവന്റെ ജീവന്റെ വിലയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞിന്, നമ്മുടെ സമൂഹത്തിന് ജീവന്റെ വിലയെ പറ്റി ബോധ്യമുണ്ടാകണം. ഈ അടുത്ത കാലത്ത് 2 മാസം മുമ്പ് പത്രത്തിൽ വായിച്ചു, ആലപ്പുഴയ്ക്ക് തിരക്കേറിയ NH47 രാവിലെ പാല് മേടിക്കാൻ പോയ 56 വയസ്സുകാരൻ അതിവേഗം ഓടി വന്നൊരു വാഹനം ഇടിച്ച് താടിയിട്ടു. അത് പതിവ് കാഴ്ചയാണ്. പക്ഷെ ഈ ഹതഭാഗ്യന് മറ്റൊരു അപൂർവ ദുരന്തം കൂടെ വരവേൽക്കേണ്ടി വന്നു. ഈ 56-കാരന്റെ ദേഹത്തൂടെ പിന്നെ ഒരു 16 വാഹനം കൂടെ കയറിപ്പോയി. ഇത് സാക്ഷര കേരളത്തിലാണ്. അവസാനം പത്രങ്ങളെ വിശ്വസിക്കാമെങ്കിൽ പറഞ്ഞു, മാന്യമായ ശവസംസ്കാരത്തിന് പോലും ശവശരീരം ബാക്കിയുണ്ടായിരുന്നില്ല. ആ ഹതഭാഗ്യൻ MC റോഡിനോട് എരിഞ്ഞ് അമർന്നു കിടന്നു എന്ന് രേഖപ്പെടുത്തുമ്പോ നമ്മൾ വലിയ മാറ്റങ്ങൾ ലോകത്ത് ജീവിക്കുമ്പോ എവിടെയാ പ്രിയപ്പെട്ടവരെ ജീവന്റെ വിലയെ പറ്റി നല്ല ബോധ്യങ്ങൾ നമുക്കുണ്ടാകുന്നത്? അത് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തുന്ന ശതാധിപന്റെ ശീലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശീലം. എല്ലാവരും പറയാറുണ്ട്, അച്ഛാ കുഞ്ഞിന് എല്ലാ വിഷയത്തിലും A+ ആണ്, എല്ലാത്തിനും നല്ലതാണ്, മുട്ടായൊക്കെ കൊണ്ടുതരും. ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്, എല്ലാ വിഷയത്തിലും A+, വെരി ഗുഡ്. ജീവിതത്തിന് എത്ര പ്ലസ് ഉണ്ടെന്നോട് നോക്കിക്കോണേ എന്ന് പറയും. ഇവിടെ നാ പറഞ്ഞിരിക്കട്ടെ, ജീവിതത്തിന് എത്ര പ്ലസ് ഉണ്ടെന്നോട് പ്രിയ മാതാപിതാക്കൾ ഒന്ന് നോക്കണം. ഫിസിക്സിന് A+ ഉണ്ടായിക്കോട്ടെ, വെരി ഗുഡ്. കെമിസ്ട്രിക്ക് A+ ഉണ്ടാകട്ടെ. പക്ഷെ ജീവിതത്തിലും ചില പ്ലസ്സുകൾ വേണം. ജീവിതത്തിന് പ്ലസ്സുകൾ വേണം. അതുകൊണ്ട് അമ്മ പറഞ്ഞത്, ഇന്ന് മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അട്ടെ, ഈ ലോകം ഇന്ന് ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത്, ഭാഗ്യവാന്മാരെന്ന് വാഴ്ത്തുന്നത് ആരെയാണ്? ഞാൻ TV തുറന്നു നോക്കുമ്പോ മറിയാമനെ പോലുള്ള ഭാഗ്യവാന്മാരെ ഞാൻ കാണുന്നേ ഇല്ല. നമ്മുടെ ആക്ഷൻ ഹീറോ വില്ലൻ സുരേഷ് ഗോപി പറഞ്ഞു, ഭാഗ്യം ദേ വന്നു ദാ പോയെന്ന്. കറക്റ്റാണ്. വേറൊരിടത്ത് മുകേഷ് പറഞ്ഞു, ഭാഗ്യം ഡീലോ നോ ഡീലാണ്.
വേറൊരിടത്ത് സിദ്ധിക്ക് പറഞ്ഞു, ഭാഗ്യം പച്ചവിട്ടിലും പച്ചക്കുതിരയുമാണ്. ഇത് ലോകമാണ്. ഈ ലോകം ഈ ഭാഗ്യങ്ങളെ എങ്ങനെയാണ് നിർവചിക്കുക? അവിടെയാണ് അമ്മ പറഞ്ഞത്, ഇതാ ഇന്നു മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് കിട്ടും. അത് മുകേഷിനെ സുരേഷ് ഗോപിനെ പറഞ്ഞു, ഭാഗ്യം ദേവന്നേ ദാ പോയ. പക്ഷെ അമ്മ ദേവന്ന് ദാ പോകുന്ന ഭാഗ്യത്തെ പറ്റി അല്ല പറഞ്ഞത്. The blessedness lasting unto generation, തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഭാഗ്യാവസ്ഥയെ പറ്റിയാണ് അമ്മ ദർശനം കണ്ടത്. ഈ ഭാഗ്യാവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും സ്വന്തമാക്കേണ്ടത്. നൈമിഷികമായ ഭാഗ്യാവസ്ഥകളല്ല, അനശ്വരമായി തലമുറകൾ ഭേദിക്കുന്ന ഭാഗ്യാവസ്ഥ. അതിനെന്ത് വേണം? ജീവനും വില വേണം, ജീവിതത്തിനും വില വേണം. തമ്പുരാന്റെ കൊണ്ട് രണ്ടിനും വിലയില്ല. ജീവനും വിലയില്ല, പെട്രോളിന് ഭയങ്കര വിലയാണ്, പക്ഷെ ജീവിതത്തിനും ജീവനും വിലയില്ലാത്ത ദുരവസ്ഥയിൽ ആദ്യ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഈ പട്ടാള ഉദ്യോഗസ്ഥനെ പറ്റി വേദപുസ്തകം പറഞ്ഞു, അദ്ദേഹത്തിന് തന്റെ വീട്ടിലെ ₹1 പോലും വിലയില്ലാത്ത ഒരു അടിമയുടെ വിലയെ പറ്റി, ജീവന്റെ വിലയെ പറ്റി ബോധ്യമുണ്ട്. That is the quality of his life which realized the value of life. രണ്ടാമതായി ഈ മനുഷ്യന്റെ വിശ്വാസ ജീവിതം ശ്രേഷ്ഠമാകാൻ രണ്ടാമത്തെ കാരണം വിശുദ്ധനായ ലൂക്കോസ് സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കും. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു. അവൻ തന്റെ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. വേദഭാഗത്ത് വായിച്ചു, ഈ ശതാധിപൻ രോഗസൗഖ്യത്തിന് വേണ്ടി പറഞ്ഞു വിടുന്നത് യഹൂദ മൂപ്പന്മാരെ. ഈ യഹൂദ മൂപ്പന്മാർ ക്രിസ്തുവിന്റെ അടുത്ത് ചെന്നിട്ട് സമർപ്പിക്കുന്ന റെക്കമെൻഡേഷൻ ലെറ്ററാണ് വായിച്ച് കേൾപ്പിച്ചത്. പരിചയമില്ലാത്ത ആളെടുക്ക് പോകുമ്പോൾ എന്ത് വേണം? റെക്കമെൻഡേഷൻ ലെറ്റർ. അങ്ങനെ വായിച്ച റെക്കമെൻഡേഷൻ ലെറ്റർ, നീ അത് ചെയ്തു കൊടുക്കാൻ യോഗ്യൻ. എന്താ? അവൻ ഞങ്ങൾക്ക് എന്ത് തീർപ്പിച്ചെന്നിരിക്കുന്നു? ഈ ബിൽറ്റ് എ ചർച്ച് ഫോർ us. ഞങ്ങൾക്ക് അവൻ ഒരു ദേവാലയം നൽകിയിരിക്കുന്നു. ഈ ദേവാലയ പണിയുമായി ബന്ധപ്പെട്ട് പിരിവിനൊരു ദൈവശാസ്ത്രം വേണമല്ലോ. അത് പലപ്പോഴും ആലോചിച്ച് കണ്ടുപിടിച്ച വേദഭാഗം കൂടിയാണിത്. കാരണം ഈ പള്ളിപ്പണിക്ക് 3 ഘട്ടങ്ങളിലായിട്ട് നാം പിരിവ് കൊടുക്കുന്നത്. 1, സോമനസായ ഓഫർ ചെയ്യും. 2, മാനേജിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾ പിടിച്ചു വാങ്ങിക്കും. അവസാനം വികാരിയച്ഛൻ 3-ാം ഘട്ടത്തിൽ പിടിച്ചു വാങ്ങിക്കും. 3 ഘട്ടമാണ്. എല്ലാ പണികളും പല്ലപടി അങ്ങനെ തീർന്നു. അപ്പൊ നമ്മൾ ഈ റെസിപ്റ്റുകളൊക്കെ അലക്ഷ്യമായി അവിടെ എവിടെയും വലിച്ചെറിയാവും. ചിലപ്പം ചിലരുടെ വേദപുസ്തകത്തിലും അത് കാണും. പക്ഷെ ഇവിടെ വേദപുസ്തകത്തിൽ തിരിച്ചറിവുണ്ട്. നീ ദേവാലയ നിർമ്മാണത്തിൽ കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും നിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ്? നീ ദേവാലയ നിർമ്മാണത്തിന് കൊടുത്തിരിക്കുന്ന ഓരോ ചില്ലിക്കാശും നിന്റെ സൗഖ്യത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാണ് വേദഭാഗം. ഇവിടെ പറയുന്നു, കർത്താവിനെ ചെയ്തു കൊടുക്കുമെന്ന് യോഗ്യനാണ് നീ. എന്താണ്? അവൻ ഞങ്ങൾക്ക് ഒരു ദേവാലയം. ഈ വേദഭാഗത്ത് 2 അമ്പരപ്പുണ്ട്. ഒന്നാമത്തെ അമ്പരപ്പ് ഞാൻ പ്രസംഗത്തിൽ ആവർത്തിച്ച് സൂചിപ്പിച്ചു. ഇവർ റോമൻ സൈന്യ അധിപനാണ്. റോമൻ ഭരണകൂടത്തോട് ലോയൽറ്റിയുള്ള ആളാണ്. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, റോമ സാമ്രാജ്യത്തിൽ ഒരു മതമേ ഉള്ളൂ. അത് ക്രിസ്ത്യാനിറ്റി അല്ല, റോമൻ റിലീജിയനാണ്. റോമൻ മതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഒരു ദൈവമേ ഉള്ളൂ. എംപറർ ഈസ് ദെയർ കിങ്. ചക്രവർത്തിയാണ് അവരുടെ ദൈവം. ചക്രവർത്തി ആരാധനയാണ് റോമൻ മതത്തിന്റെ പ്രത്യേകത. ആലോചിച്ച്, ചക്രവർത്തി ആരാധന നടത്തിയിരുന്ന റോമൻ സൈന്യത്തിന്റെ പട്ടാള ഉദ്യോഗസ്ഥൻ ആർക്കാ ദേവാലയം നിർമ്മിച്ചു കൊടുത്തേ? ചക്രവർത്തിക്കല്ല. ദേവാലയം നിർമ്മിച്ചു കൊടുത്ത ആർക്കാ? ദൈവജനത്തിനാ. ആലോചിച്ച്, ഇവനെന്ത് മണ്ടനാണെന്ന് അറിയാമോ? ഭാവിയെ പറ്റി വിശുദ്ധയില്ലാത്ത മണ്ടനാ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭാവിയെ പറ്റി 2 വട്ടം ചിന്തിക്കും. അങ്ങനെ ഈ ഞാൻ ഇങ്ങനെ 2 വട്ടം ചിന്തിക്കാത്ത 2 പേരെ കണ്ടുള്ളൂ. ഒന്ന് അമ്മ. ഇപ്പൊ ഈ വേദഭാഗത്ത് ഈ പുള്ളി അമ്മ ഭാവിയെ പറ്റി 1 വട്ടം ചിന്തിച്ചിരുന്നെങ്കിൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയുമോ? പിന്നെ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം കല്യാണത്തിന് വേണ്ടി, എൻഗേജ്മെന്റിന് വേണ്ടി ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് വിളിക്കാവുന്നവരൊക്കെ വിളിച്ച് യൗസേപ്പ് എന്ന യുവവുമായി എൻഗേജ്മെന്റിന്റെ വഴിപാടിൽ എത്തുമ്പോ എങ്ങനെ പറയാ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയാൻ പറ്റുമോ? മറ്റു വലിയ ബുദ്ധിമുട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയാണ് മഹാകവി കുമാരനാശൻ പാടിയത്, വിശ്വാസമല്ലോ വിളക്കു മനുഷ്യന്, വിശ്വാസം ജീവ സർവസ്വമല്ലോ. ഞാൻ പാടിയതല്ല, മഹാകവി കുമാരനാശൻ പാടി, വിശ്വാസമല്ലോ വിളക്കു മനുഷ്യന്, വിശ്വാസം ജീവ സർവസ്വമല്ലോ. നമുക്ക് വിളക്ക് വേറെ നമുക്കൊക്കെയാണ്, അതുകൊണ്ട് ഇത് പാടേണ്ട കാര്യമില്ല. അതുകൊണ്ട് അമ്മ, ഇവിടെ ഈ മനുഷ്യൻ
ഈ മനുഷ്യൻ പട്ടാളത്തിൽ 100 സൈന്യങ്ങൾക്ക് അധിപനാണ്. പക്ഷേ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഒരു പള്ളി ഉണ്ടാക്കി, അതിനകത്ത് ചക്രവർത്തിയുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഇതിന്റെ ഉദ്ഘാടനത്തിൽ ചക്രവർത്തിയെ വിളിച്ചായിരുന്നെങ്കിൽ ഇന്ന് ശതാധിപനായിരുന്ന ഈ പുള്ളി നാളെ മേജറോ കേണലോ ബ്രിഗേഡിയറോ ആകുമായിരുന്നു. മേജറോ കേണലോ ബ്രിഗേഡിയറോ ആകുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനല്ല ശ്രമിക്കുന്നത്. അദ്ദേഹം ദേവാലയം പണിയുന്നത് ആർക്ക് വേണ്ടിയാണ്? ദൈവജനത്തിന് വേണ്ടിയാണ്. That is the quality of his intervention. രണ്ടാമത്തെ കാര്യം അവന്റെ ഇടപെടലിന്റെ മൂല്യമാണ്. ക്വാളിറ്റി ഓഫ് ഹിസ് ഇന്റർവെൻഷൻ. വിശ്വാസ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം വിശ്വാസിയുടെ ഇടപെടൽ സ്വാന്തനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പാതായനങ്ങൾ തുറക്കുന്നതാകണം. വിശ്വാസത്തിന്റെ ഇടപെടലിനെ പറ്റി പൗരസ്ത്യ വേദശാസ്ത്രം പറഞ്ഞു, അതൊരു ശുഭക്കോനായിരിക്കണം. എന്താണ്? നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് ശുഭക്കോനോ, നോമ്പ് അവസാനിക്കുന്ന തൊട്ടു മുമ്പും ശുഭക്കോനോ. വേദപുസ്തകത്തിൽ കാണുന്ന ഹൃദയസ്പർശിയായ ശുഭക്കോനെയാണ് ഇവിടെ ഉള്ളത്. കാരണം റോമാക്കാരും യഹൂദന്മാരും മുഖത്തോട് നോക്കിയാൽ മിണ്ടത്തില്ല. പക്ഷെ അവരുടെ മധ്യത്തിൽ റോമൻ സമൂഹത്തിനും യഹൂദ സമൂഹത്തിനും മധ്യേ അനുരഞ്ജനത്തിന്റെ വാതകൾ വെട്ടിത്തുറക്കുന്ന ശതാധിപൻ അവന്റെ വിശ്വാസ ജീവിതത്തെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഇസ്രായേൽ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഇടപെടലുകൾ ഒന്ന് ഈ രാത്രി ധ്യാനിക്കുമോ? അമ്മ ഇടപെട്ടു, അമ്മ ജീവിതം സമർപ്പിച്ചു. വേദപുസ്തകത്തിൽ പറഞ്ഞു, അവൻ കാലം തികഞ്ഞ് ഒരു പുത്രനെ. ഇത് വേദപുസ്തകത്തിൽ ശ്രദ്ധേയമായി ഉപയോഗിച്ചാണ് എന്റെ ബോധ്യം. കാലം തികഞ്ഞു എന്ന് പറയുമ്പോ ക്രിസ്തു ഒരു പ്രിമർച്ചർ ബോയ് അല്ലെന്നതിനർത്ഥം. ഉദരത്തിൽ അമ്മ നൊന്ത് ചുമന്ന് അമ്മയുടെ ആഹാരവും അമ്മയുടെ ഗർഭപാത്രത്തെ ചൂടുമൊക്കെ ആസ്വദിച്ച് സഹിച്ച് വളർന്നാണ് ആര് ഈ ഭൂമിയിലേക്ക് വന്നത്? ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അതാ കാലം തികഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്നത്. അമ്മയുടെ ഇടപെടൽ. ഒരു ഗർഭവതിയുടെ അവസ്ഥ പ്രിയ അമ്മമാരോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ത്യാഗോജ്ജലമായ അങ്ങനെ ഇടപെടുമ്പോൾ ഭാവിയെ പറ്റി നമുക്ക് ആശങ്കകൾ ഉണ്ടാകാം. അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. അമ്മ മനസ്സിലേക്ക് ചിന്തിച്ചു, ഈ നിയോഗം ഏറ്റുവാങ്ങുമ്പോ യൗസേപ്പ് എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് ചിന്തിക്കും. യൗസേപ്പ് ചിലരെ ചിന്തിച്ചു, ഗൂഢമായി അവളെ ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കാരണം അവന്റെ നിദ്രയിൽ ആരിടപെട്ടു? അവന്റെ നിദ്രയിൽ ദൈവം ഇടപെട്ടു. ദൈവത്തിന് വേണ്ടി ഇടപെട്ടാൽ പിന്നെ ഭാവിയെ പറ്റി ആശങ്കപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. ദൈവത്തെ പറ്റി ഇടപെട്ടാൽ എന്തിനെ പറ്റി ആശങ്കപ്പെടേണ്ട? ഭാവിയെ പറ്റി പക്ഷെ ഇടപെടലിന്റെ മൂല്യം ഉണ്ടാവണം. നമ്മുടെ ഇടപെടലുകളെ ഒന്ന് ധ്യാനിക്കുമോ? നമ്മുടെ ഇടപെടലുകൾ മുറിവുകളെ ഇല്ലാതെയാക്കുന്നുവോ? നമ്മുടെ ഇടപെടലുകൾ മുറിവുകളെ വിസ്തൃതമാക്കുന്നുവോ? ഈ അമ്മ ഈ പെരുന്നാളിൽ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ഇടപെടലുകൾ മുറിവുകളെ വിസ്തൃതമാക്കുന്നുവോ അതോ മുറിവുകളെ ഇല്ലാതെയാക്കുന്നുവോ? ഈ മുറിവുകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാകട്ടെ. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ നേരെ ആശുപത്രിയിലേക്ക് പോകും. ഡോക്ടർ മുറിവൊക്കെ ഒന്ന് ഡ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? മുറിവൊന്ന് മൂടിക്കെട്ടി വെക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുറിവെന്തിനാ മൂടിക്കെട്ടി വെക്കുന്നത്? ആരും കാണാതിരിക്കാനാ? എന്തിനാ മുറിവ് മൂടിക്കെട്ടി വെക്കുന്നത്? മുറിവുകളിൽ ബാഹ്യ സമ്പർക്കം പാടില്ല. ബാഹ്യ സമ്പർക്കം ഉണ്ടായാൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻ ഉണ്ടാകും. ഇത് ശരീരത്തിന്റെ മുറിവ്. നമ്മുടെ മനസ്സിന്റെ മുറിവുകളെ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാ? നമ്മൾ പലപ്പോഴും പറയും, അവരെന്നോട് ചെയ്തു കൊടുത്താൽ ഈ ജന്മത്തെ ഞാൻ ഈ ജന്മത്തെല്ലാം മറക്കാതിരിക്കത്തുള്ളൂ. ഈ ജന്മത്തെ ഞാൻ അത് പോട്ടെ, അവര് ചെയ്തതൊന്നും നീ മറക്കണ്ട. പക്ഷെ നീ നിന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ല ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? നാം നമ്മുടെ ശരീരത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഈ രാത്രി ഞാൻ നിങ്ങൾ നോക്കുന്നുണ്ടോ? നാം സൃഷ്ടിക്കുന്ന മുറിവുകൾ, അവരെ സൃഷ്ടിക്കുന്ന മുറിവുകൾ പോട്ടെ, നാം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്ന മുറിവുകൾ. ഞാൻ ഈ ആഴ്ച ഒരു 42കാരന്റെയും ഒരു 49കാരന്റെയും ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. രണ്ടുപേരുടെ രോഗം ഒന്നേ ഉള്ളൂ. ജനിച്ചപ്പം കരളുണ്ടായിരുന്നപ്പോ, മരിച്ചപ്പം കരൾ അറ്റ രോഗം. ജനിച്ചപ്പോ ഉണ്ടായിരുന്ന സാധനം പോയപ്പോ
ലിവർ സിറോസിസ്, ഇതെല്ലാം മദ്യപാനങ്ങൾ വരുന്നു ഞാൻ പറഞ്ഞില്ല, മറ്റു കാര്യം. പക്ഷെ ജനിക്കുമ്പോൾ കരളുണ്ട്, മരിക്കുമ്പോ ആരായി മുറിവുകളെ സൃഷ്ടിച്ചത്? ഒരാളുടെ വീട്ടിൽ 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ, അല്ല ഒരു കുഞ്ഞ് അബ്നോർമൽ. എല്ലാവരും ചോദിച്ചു കുട്ടികളുടെ കാര്യം എന്താവും? ഞാനും ചോദിച്ചു കുട്ടികളെ. പക്ഷേ എന്റെ മനസ്സിനെ മതിച്ച ചോദ്യം, ആരാണ് മുറിവുകളെ സൃഷ്ടിച്ചത്? നമ്മൾ മുറിവുണ്ടാക്കാൻ വലിയ മിടുക്കന്മാരാ. പക്ഷെ മുറിവുകളുടെ മധ്യ ഒരു അനുരഞ്ജനത്തിന്റെ സാധ്യത, അമ്മയുടെ പെരുന്നാൾ നമ്മെ നിർബന്ധിക്കുന്നതാ. ഈ രാത്രി മനസ്സിന്റെ നൊമ്പരവും പേറി നടക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് നിശ്ചയം. മനസ്സിൽ 1000 നിക്കലുകളും നൊമ്പരങ്ങളും കൊണ്ട് നടക്കുന്നവരുടെ ശ്രോതാക്കൾ മധ്യമുണ്ട് നിശ്ചയം. ഈ രാത്രി ദൈവത്തിന്റെ ദൂതൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. പരിശുദ്ധാത്മ സംസാരിക്കുന്നു. അനുഗ്രഹീത മകളെ, ജീവിതം മുഴുവൻ മൂടിക്കെട്ടി ജീവിച്ചിട്ട് എന്ത് പ്രയോജനമുള്ളത്? BP ഷൂട്ടപ്പ് ചെയ്യാവുന്നല്ലാതെ, ഷുഗർ ഷൂട്ടപ്പ് ചെയ്യാവുന്നല്ലാതെ, ഹാർട്ട് ബ്ലോക്ക് ആകാവുന്നല്ലാതെ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാവുന്നല്ലാതെ, എന്താ മനസ്സിൽ പുറത്തെടുക്കുവാൻ കഴിയാതെ മുറിവുകളെ, വല്ലാതെ മുറിവുകളെ സൃഷ്ടിച്ചുകൊണ്ട് നാം ജീവിക്കുകയല്ലേ? നാം മറ്റുള്ളവരുടെ മുറിവ് ആഘോഷിക്കുകയില്ലേ? ഒന്നാലോചിച്ച്, വീട്ടിൽ ഭർത്താവിന്റെ കുറവുകൾ നമ്മൾ ചിലപ്പോഴൊക്കെ ആയുധമാക്കുന്നില്ലേ? ഭാര്യയുടെ കുറവുകൾ നമ്മൾ ചിലപ്പോഴൊക്കെ ആയുധമാക്കുന്നില്ലേ? സ്വന്തം കുട്ടികളുടെ കുറവുകൾ നമ്മൾ ആയുധങ്ങളാക്കുന്നില്ലേ? കുറവുകൾ നാം ആഘോഷപ്പെടുകയല്ലേ? കുറവുകളെ ആഘോഷിക്കുന്ന തലങ്ങളിലേക്ക് എത്തുകയല്ലേ? വീട്ടിൽ ചിലപ്പോൾ അപ്പന്റെ അമ്മയുടെ സ്നേഹം സാധാരണ സ്നേഹത്തെ കവിഞ്ഞ് കീരിയും പാമ്പും എന്ന ഉന്നതലത്തിലേക്ക് എത്താറുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പറയും, നിങ്ങൾ വലിയ പുള്ളിയൊന്നും ആകണ്ട, നിങ്ങളുടെ കുറവുകളൊക്കെ എനിക്ക് അറിയാം. ഭർത്താവിന്റെ ചരിത്രം വിസ്തരിച്ചു. അപ്പുറത്തെ മുറിയിൽ കുഞ്ഞ് ജോഗ്രഫി ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുക പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി. ആ കൊച്ചിന്റെ കാതിൽ ഒരു ഹിസ്റ്ററി ഫ്രീ ആയിട്ട് വന്നു. ഹിസ്റ്ററി ഓഫ് മൈ പപ്പ, രചയിതാവ് മമ്മി. ഭർത്താവ് വിടുന്നു. ഭാര്യയുടെ കുറവിനെ പറ്റി ഭർത്താവിനും അറിയാം. ഭർത്താവ് രചിച്ചു മറ്റൊരു ചരിത്രം, ഹിസ്റ്ററി ഓഫ് മൈ മമ്മി. ഒരു ചരിത്രം പഠിക്കാനെന്ന് കൊച്ചിനെ എത്ര ചരിത്രം ഫ്രീ? 2 ചരിത്രം ഫ്രീ. ഇതാണ് ഈ സംഭവം. കുറവുകളെയും ആഘോഷിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, വേദഭാഗത്ത് ശതാധിപൻ പറയും, മുറിവുകളെ വിസ്തൃതമാക്കുക എന്ന വിശ്വാസ ജീവിതത്തിന്റെ ഭാഗം. മുറിവുകളെ അനുരഞ്ജനത്തിന്റെ തലത്തിലേക്ക് എത്തുകയാണ്. ശമൂവേൽ പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിന് 1 ശമൂവേൽ 1-ന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് എൽക്കാന ഹന്ന ദമ്പതിയെ പറ്റി. ഒരു മക്കളില്ലാതെ ഭാരപ്പെടുന്ന സ്വന്തം ഭാര്യ ഹന്നായെ കുത്തി നോവിക്കുന്ന അദ്ദേഹത്തിന്റെ 2-ാം ഭാര്യ പെനീനയുടെ ക്രൂരമായ നൊമ്പരങ്ങൾ മധ്യനായിരിക്കുന്ന സ്വന്തം ഭാര്യ ഹന്നായെ ആശ്വസിപ്പിച്ചോട് പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ നിനക്ക് 1000 പുത്രന്മാർക്ക് സമനാണ്. സ്വന്തം ഭാര്യയുടെ കുറവുകളിലേക്ക് ഇറങ്ങി വരുന്ന, വിടവുകളെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രവാചകനെ പറ്റി ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയും നമ്മുടെ ഇടപെടലുകൾ മുറിവുകളെ വിസ്തൃതമാക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഈ രാത്രി നാം ഗൗരവമായി ചോദിക്കണം. ഒരു വാക്ക്, a simple word can change the life എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. A simple word can heal the situation എന്നാണ് പറഞ്ഞത്. ഒരു സിമ്പിൾ വേർഡ്, അത് സോറി എന്നാവാം, പോട്ടെ എന്നാവാം, ക്ഷമിച്ചു എന്നാവാം, ഒരു പുഞ്ചിരിയാകാം. ഒരു പുഞ്ചിരി സമ്മാനിച്ചാൽ നിന്റെ ഭവനത്തിന്റെ വിടവുകളെ ഇല്ലാതാക്കാൻ കഴിയും. ഈ രാത്രി a simple word can change your situation. Are you ready for that? ആ ഒരു ചെറിയ വാക്ക് വിടവുകളെ ഇല്ലാതെയാണ് പറയുവാൻ കഴിയുമോ? ജീവിതത്തിൽ വിടവുകളെ മുറിവുകളെ ഇല്ലാതാക്കുന്ന ഈ ശതാധിപനെങ്കിൽ നമ്മെ അമ്പരിപ്പിക്കണ്ടേ? നമ്മൾ മർത്തോമാസ്ലിഹയുടെ പൈതൃകം പേറുന്നവരാ. ഒരു പൈതൃകവും അവകാശപ്പെടാനില്ലാത്ത ഒരു ശതാധിപനാണ് ഇവിടെ ഉള്ളത്. ഒരു പൈതൃകവും അവകാശപ്പെടാനില്ലാത്ത ഒരു ശതാധിപൻ. ക്ഷമ നമ്മെ വെല്ലുവിളിക്കുകയല്ലേ? നമുക്ക് ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നിനെയും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തലങ്ങളിൽ മുറിവുകൾ വിസ്തൃതമാവുകയും. ഞാൻ ഈ അടുത്ത കാലത്ത് എന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ബോർഡിംഗ് ഹോമുള്ള ഒരു സ്കൂളിൽ സ്ഥിരമായിട്ട് പോകാറുണ്ട് പലപ്പോഴും. അവിടെ വെള്ളിയാഴ്ച ദിവസം ബോർഡിംഗ് ഹോമുകൾ വിജനമാണ്. കാരണം ശനി ഞായർ വീട്ടിൽ പോകാം.
അന്ന് വെള്ളിയാഴ്ച ദിവസം ചെല്ലുമ്പോൾ ഒരു കുട്ടി മാത്രം ഏകനായി ബോർഡിംഗ് ഹോമിലുണ്ട്. എന്നെ കണ്ടോണ്ട് ഓടി വന്നു. സ്ഥിരം അവനോട് സംസാരിക്കാറുണ്ട്. ഞാൻ എന്റെ അബദ്ധത്തിൽ ചോദിച്ചു, മോനെ വീട്ടിൽ പോകുന്നില്ലേ? ചോദിക്കേണ്ടായിരുന്നു, പിന്നീട് തോന്നി. അവൻ മുഖം കടലുകുത്തി പോലെ തോന്നുന്നു. സിമ്പിളാണ്. അവനെ വിളിക്കാനായിട്ട് വീട്ടിൽ പപ്പായും മമ്മിയും രണ്ടുപേരും തിരക്കിലാണ്. ആ അമർഷങ്ങളിൽ ഉള്ളുതൂക്കിയ കുഞ്ഞു പറഞ്ഞു, സാരമില്ല ചോ, അവരെന്നെ ബോർഡിംഗ് ഹോമിൽ ഇപ്പോഴാക്കിയിരിക്കുക, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ, ഞാൻ അവരെ ബോർഡിംഗ് ഹോമിൽ ആക്കിക്കോളാം. 8ാം ക്ലാസ് വയസ്സുകാരന്റെ നൊമ്പരമാണിത്. എന്റെ മനസ്സിൽ കൂടെ പോയത്, ഈ കുട്ടിയുടെ ജീവിതത്തിൽ ആരാണ് ഈ മുറിവുകളെ സൃഷ്ടിച്ചത്? ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പളൊന്നുമല്ല. സ്വന്തം അപ്പനും അമ്മയും ഒക്കെ സ്വന്തം കുട്ടികളുടെ ജീവിതത്തിൽ മുറിവുകളെ സൃഷ്ടിക്കുകയും. നമുക്കൊന്നേ ഉള്ളൂ, നാം പറയുന്നിടം ജയിക്കണം. അതിനെന്ത് വില വേണമെങ്കിലും കൊടുക്കും. മുറിവുകൾ സ്വന്തമായി കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? മുറിവുകളെ ഇല്ലാതെയാകുന്ന ശുഭക്കോലകളാണ് നമുക്ക് ആവശ്യം. അത് പറഞ്ഞു തരുന്നത് ഈ വേദഭാഗത്തിൽ ഈ ശതാധിപനാണ്. ഈ ശതാധിപന്റെ ജീവിത ദർശനമാണ്. The quality of our intervention, നമ്മുടെ ഇടപെടലുകൾ സ്വാന്തനത്തിന്റെ ദർശനമായി മാറുന്നുണ്ടോ? യെരൂശലേം ദേവാലയത്തിലേക്ക് യേശു കുഞ്ഞുമായി കടന്നു കയറുന്ന അമ്മയെ നോക്കിക്കൊണ്ട് വൃദ്ധനായ ശിമിയോൻ പറഞ്ഞു, എന്റെ ജീവിതം ധന്യമായി, എന്റെ കണ്ണ് സ്വർഗീയ വസന്തങ്ങൾ കണ്ടു, നീ എന്നെ ഭാഗ്യത്തോടെ എടുത്തോണമേ. ഭാഗ്യത്തോടെ ലോകം വിട്ടുപോകാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? നാം സൃഷ്ടിച്ചെടുത്ത തലമുറയെ കണ്ടുകൊണ്ട് നാം പ്രൗഢിയോടും ആദരവോടും ആഹ്ലാദത്തോടും വരവേൽക്കുന്ന ഈ സമൂഹത്തെ കണ്ടുകൊണ്ട് എന്റെ ജീവിതം ധന്യമായി എന്ന വലിയ പ്രഖ്യാപനത്തോട് ഈ ലോകം വിടുവാൻ കഴിയുമോ? അല്പജീവിതം മാത്രം ഈ ഭൂമിയിൽ. ഈ അല്പജീവിത കാലഘട്ടം മുഴുവൻ കലഹത്തിന്റെയും മുറിവുകളുടെയും കാലഘട്ടമായി മാറ്റിവെക്കുന്നുവെങ്കിൽ നമുക്ക് ശതാധിപന്റെ ജീവിതം അനുകരണീയമാകണം. നമ്മുടെ ഇടപെടലുകളിൽ ആ സ്വാന്തനത്തിന്റെ തൂവൽ സ്പർശനം ഉണ്ടാവണം. സ്വാന്തനത്തിന്റെ തൂവൽ സ്പർശനം വേദപുസ്തകത്തിൽ വീണ്ടും നാം കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീയെ രണ്ടുപേരെ തിരുത്തിയത്. ഒന്ന് യഹൂദ സമൂഹം പാറക്കല്ലുകൾ വാരി എറിഞ്ഞു. വല്ല മാറ്റം ഉണ്ടായോ? നോ ചേഞ്ച് അറ്റ് ഓൾ. രണ്ടാമത് ക്രിസ്തു അവളെ മകളെ എന്ന് വിളിച്ചു. ഒരു വേദപുസ്തക പരിഭാഷയിൽ കണ്ടു, ഈ മകളെ എന്ന് വിളിച്ചപ്പോ അവളുടെ ഹൃദയത്തിൽ സ്നേഹവിസ്ഫോടനമുണ്ടായി. അത് മതിയായിരുന്നു അവൾക്ക് രൂപാന്തരപ്പെടാൻ. എന്റെ വാക്കുകളല്ല, അവളുടെ ഹൃദയത്തിൽ എന്തുണ്ടായി? സ്നേഹവിസ്ഫോടനമുണ്ടായി. നമ്മുടെ ഭവനത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകാറുണ്ട്, ഒന്നും സ്നേഹസ്ഫോടനങ്ങളല്ല. അവളുടെ ഹൃദയത്തിൽ സ്നേഹസ്ഫോടനങ്ങൾ ഉണ്ടായി. അത് മതിയായിരുന്നു അവൾക്ക് രൂപാന്തരപ്പെടാൻ. നമ്മൾ പലപ്പോഴും പരാതിപ്പെടാറില്ലേ? പുതിയ തലമുറയിൽ വിവാഹമോചനത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നു. ഇത് ശരിയായ പരാതിയാണ്. എന്താ ഇതിന് കാരണം? വിവാഹമോചനങ്ങൾ തകർക്കപ്പെടുന്നുവെങ്കിൽ ശരിയായ കുടുംബജീവിതം എന്തെന്ന് കാണിക്കുവാൻ എന്ത് വേണം? ജീവിതങ്ങൾ ഇവിടെ വേണം. നമ്മുടെ കുട്ടിക്ക് വിവാഹ ജീവിതത്തെ പറ്റി പഠിക്കാനുള്ള സിലബസ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലല്ല, അണ്ണാമല യൂണിവേഴ്സിറ്റിയിലല്ല, നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പൊ കുട്ടികൾ ഈ കുടുംബജീവിതത്തിന്റെ സ്നേഹത്തെ പറ്റി കണ്ടുപിടിക്കുന്നത് എവിടുന്ന? ഇപ്പം കേരളക്കരയിൽ 9:30 മണി കഴിയുമ്പോൾ ഒരു പ്രതിഭാസമുണ്ട്, കുങ്കുമപ്പൂ എന്ന് പറയും. കേരള അംഗന്മാരൊക്കെ ത്യാഗോജ്ജലമായ സ്നേഹത്തിന്റെ പ്രതീകമായി, ത്യാഗപൂർവമായ കുടുംബജീവിതത്തിന്റെ പ്രതീകമായി അവതരിപ്പിക്കുന്നത് ജയന്തിയും പിന്നെ ശാലിനിയുമാണ്. പക്ഷെ ജയന്തിക്ക് ഒരു കുഴപ്പമുണ്ട്. കല്യാണത്തിന് 3 പ്രസവിച്ചു, പിന്നെ 2 പ്രസവിച്ചു. ത്യാഗോജ്ജലമായ സ്നേഹത്തിന്റെ പരിത്യാഗത്തിന്റെ പ്രതീകമായി കേരളക്കരകൾ ഏറ്റുവാങ്ങിയിരിക്കുന്ന സിംബലുകളാണ്. ഇവിടെയാണ് നാം കുടുംബജീവിതത്തിന്റെ അന്തസ്സത്തെ പറ്റി ഈ സമൂഹത്തോട് സംസാരിക്കുന്നത്. എന്ത് മൂല്യമാണ് പ്രിയപ്പെട്ടവരെ? എന്ത് മൂല്യത്തെ പറ്റി നാം ആകാംക്ഷഭരിതരാകുന്നത്, വാചാലരാകുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശതാധിപൻ ഇന്ന് ഈ രാത്രി നമ്മെ അമ്പരപ്പിക്കുക തന്നെ വേണം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ പിടിച്ചു കുലുക്കുക തന്നെ വേണം. അവന്റെ ഇടപെടലുകൾ, ദേവാലയം നിർമ്മിച്ചു കൊടുത്ത് റോമാക്കാരും യഹൂദന്മാരും നമ്മുടെ വിടവുകൾക്ക് ഉത്തരമായി മാറുന്ന ശതാധിപന്റെ വിശ്വാസ ജീവിതം, സ്വന്തം ജീവിതം സമർപ്പിച്ച് ലോകത്തിന് മാതാവായി മാറിയ അമ്മയുടെ സമർപ്പണം, അമ്മയുടെ ഇടപെടലുകൾ നമുക്ക് മാതൃകയാകണം. ഈ പെരുന്നാളിൽ
മുറിവിന്റെ ആധിക്യം വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ, മുറിവിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഇടപെടലുകൾ കാരുണ്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കരസ്പർശനങ്ങൾ ഉണ്ടാവണം. കാരുണ്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കരസ്പർശനങ്ങൾ ഉണ്ടാവണം. വിസ്താരമായ തലാഭാവം ഞാൻ അവസാനിപ്പിക്കുകയും 2 ശ്രേഷ്ഠതകൾ ഞാൻ പറഞ്ഞു. ദ ക്വാളിറ്റി ഓഫ് ഹിസ് ഹാബിറ്റ്, ജീവന്റെ വില തിരിച്ചറിയുന്ന നല്ല ജീവിതമായിരുന്നു അത്. 2, ദ ക്വാളിറ്റി ഓഫ് ഹിസ് ഇന്റർവെൻഷൻ, അവന്റെ ഇടപെടലുകൾ മുറിവുകളെ ഇല്ലാതെയാക്കുന്നതായിരുന്നു. സമയത്തോടെ എത്ര മണി വരെ? കറക്റ്റ്. അപ്പോ മൂന്നാമതായി ഈ ശതാധിപന്റെ വിശ്വാസ ജീവിതം ശ്രേഷ്ഠമാകുന്ന മൂന്നാമത്തെ കാരണം വിശുദ്ധനായ ലൂക്കോസ് സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കും. കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരക്കകത്തിൽ വരുവാൻ ഞാൻ പോരാത്തവൻ, അത് കൊണ്ട് എന്റെ അടുക്കിലേക്ക് വരുവാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ കാണുന്ന ഹൃദയസ്പർശിയായ കുംഭസാരമാണ്. നമ്മളിപ്പോ കുംഭസാരം അന്യം നിന്ന് പോകുന്ന സ്ത്രീകളുടെ മധ്യത്തിലാണ് എത്തുക. പക്ഷെ വേദപുസ്തകത്തിൽ കാണുന്ന, ഞാൻ 2ാമത് സംസാരിച്ചത് ശുഭക്കോനെ പറ്റിയെങ്കിൽ 3ാമത് എനിക്ക് സംസാരിക്കാവുന്നത് കുംഭസാരത്തെ പറ്റിയാണ്. ഈ വേദഭാഗത്ത് കാണുന്ന അർത്ഥപൂർണമായ കുംഭസാരമാണ്. കാരണം ഈ ശതാധിപനെ പറ്റി വിവരിച്ചു കേട്ടപ്പോ ക്രിസ്തു എന്ത് ചെയ്തു? ഈ മനുഷ്യനെ ഒന്ന് കാണുവാൻ എവിടേക്ക് പോയി? ശതാധിപന്റെ വീട്ടിലേക്ക്. ക്രിസ്തു തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ ശതാധിപൻ എന്ത് ചെയ്തെന്നറിയാമോ? ദൂതന്മാരെ മുമ്പോട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് ദൂതന്മാരോട് പറഞ്ഞു, കർത്താവേ, നീ എന്റെ പുരക്കകത്ത് പ്രവേശിപ്പാൻ ഞാൻ പോരാത്തവനാണ്. ഇതല്ലേ കുംഭസാരം? നിന്നെ സ്വീകരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിട്ടില്ല. ഒരുക്കമില്ലാതെ നിന്നെ സ്വീകരിക്കുവാൻ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ദാസന് സൗഖ്യം ലഭിക്കും. കുറവുകളെ മറച്ചു വെക്കാതെ കുറവുകളെ അംഗീകരിക്കുന്ന വിശ്വാസ ജീവിതം ആർക്കുണ്ടായിരുന്നു? ശതാധിപൻ. മൂന്നാമത് എനിക്ക് പറയാനുള്ളത് ക്വാളിറ്റി ഓഫ് ഹിസ് ഫെയ്ത്ത് which realized the limitations of his life. ജീവിതത്തിന്റെ കുറവുകളെ തിരിച്ചറിയുന്ന വിശ്വാസ ജീവിതം, കുംഭസാരമുള്ള വിശ്വാസ ജീവിതം സുറിയാനി ക്രിസ്ത്യാനിക്ക് അനിവാര്യമാണ്. കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കർത്താവേ, എന്റെ കുറവുകളെ മറച്ചു വെച്ച് നിനക്ക് വിരുന്നൊരുക്കുവാൻ ഞാനില്ല. എന്താണ്? എന്റെ കുറവുകളെ മറച്ചു വെച്ച് നിനക്ക് വിരുന്നൊരുക്കുവാൻ ഞാനില്ല. ലോകം ഇന്ന് കുറവുകളെ മറച്ചു വെച്ച് വിരുന്നൊരുക്കുന്നവരാ. കാരണം ക്രിസ്തു ഈ വീട്ടിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഈ ശതാധിപന് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാവാം. ഒന്ന്, ക്രിസ്തു ആ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആ ഭവനത്തിന്റെ സ്റ്റാറ്റസ് തന്നെ മാറും. ക്രിസ്തു പ്രവേശിച്ച ഭവനം, ഇപ്പം തീർത്ഥാടകർ അവിടെ പോയി ഡോളർ ഇട്ടേനെ. ക്രിസ്തു പോയതെല്ലാം ഇന്ന് തീർത്ഥാടനത്തിൽ ഹരമാണല്ലോ. ക്രിസ്തു ഏതെങ്കിലും വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടുന്ന പതിവാണ്. നമുക്കറിയാം. രോഗസൗഖ്യത്തിന് വേണ്ടി അനേകം ആളുകൾ വീട്ടിലേക്ക് വരും. ക്രിസ്തു പ്രവേശിച്ച ഭവന മാന്യതയിലേക്ക് ഭവനം കയറും. പക്ഷേ ശതാധിപൻ പറഞ്ഞു, എന്റെ ഭവനം ഒരുക്കപ്പെട്ടിട്ടില്ല. എന്റെ ജീവിതം നിന്നെ സ്വീകരിക്കുമെന്നൊക്കെ ഒരുക്കപ്പെട്ടിട്ടില്ല. എന്റെ കുറവുകളുണ്ട്. തമ്പുരാനെ, എന്റെ കുറവുകൾ നിന്റെ മുമ്പാകെ ഏറ്റുപറയുകയാണ്. ഇത് വിശ്വാസ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. കുറവുകളെ മറച്ചു വെച്ച് വിരുന്നു വെക്കുവാൻ നാം ആളല്ല. ഈ ക്ഷണം നമുക്കായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പിന്നെ ഞങ്ങൾ അച്ഛന്മാരും തിരുമേനിമാരൊക്കെ വീട്ടിൽ വരുമ്പോൾ എല്ലാ സ്വീകരണമാണ് ഭയങ്കര സത്യ. ഏറ്റവും അവസാനം നിക്കറിട്ട ആപ്പിളും. വെറും ആപ്പിൾ അച്ഛന്മാർക്ക് കൊടുക്കത്തില്ല. അച്ഛന്മാർക്ക് കൊടുക്കാനുള്ള പ്രത്യേകം ആപ്പിളിന്റെ പേരാണ്. ചന്തയിൽ ചെല്ലുമ്പോൾ ആപ്പിളിന്റെ മണ്ടയ്ക്കൂടെ ചുമന്ന നിക്കർ ഉടുപ്പിച്ച സാധനമാണ് അച്ഛന്മാർക്ക് കൊടുക്കുന്നത്. ഈ നിക്കറിട്ട ആപ്പിൾ കഴിച്ച് അച്ഛന്മാർക്ക് എഴുന്നേക്കാൻ വയ്യാതാണ്. എൻഡോസൾഫാൻ ഏറ്റവും കൂടുതലാത്ത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കുറവുകൾ മറച്ചു വെച്ച് വിരുന്നൊരുക്കുമ്പോൾ നമുക്ക് അത്യുത്സാഹമാണ്. പക്ഷെ ശതാധിപൻ അങ്ങനെയല്ല. കുറവുകളെ മറച്ചു വെച്ച് വിരുന്നൊരുക്കുന്ന സംസ്കാരം അദ്ദേഹത്തിനല്ല. അത് സുറിയാനി ക്രിസ്ത്യാനിയുടേതുമല്ല. നമ്മുടെ ഒത്തിരി ദൈവദാസന്മാരുള്ളതുകൊണ്ടായിരിക്കാം. എന്നെ കുറവുണ്ടായിരിക്കും പോകുന്ന സ്വത്രാഴ്ച എടുത്തേക്കെന്നുള്ള തലത്തിലേക്ക് നാം എത്തി. എന്നെ കുറവുണ്ടായിരിക്കും പോലെ
കുറവുകൾ നമുക്ക് വലിയ ആഘോഷമാണ്. ഓർത്തഡോക്സ് സഭയിൽ ആരാധന തന്നെ സാക്ഷ്യമായതുകൊണ്ടാവാം, വ്യക്തിപരമായ സാക്ഷ്യമില്ല. ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജി വിശദീകരിക്കുന്നില്ല ഇവിടെ. ജീവിതം തന്നെ ഒരു സാക്ഷ്യമാണ്, ആരാധന തന്നെ ഒരു സാക്ഷ്യമാണ്. പിന്നെ മറ്റൊരു സാക്ഷ്യത്തിന് പ്രസക്തിയില്ല. പക്ഷെ ഇപ്പൊ സാക്ഷ്യങ്ങളുടെ ലോകമാണ്. ഞാൻ പലപ്പോഴും ടി വിയിൽ സമയമുള്ളപ്പോൾ ഇത്തരം സാക്ഷ്യങ്ങളെ കാണാറുണ്ട്. ഈ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ അടുത്ത കാലത്ത് അമ്മച്ചി പറഞ്ഞ വേദന മാത്രമേ എനിക്കുള്ളൂ. അമ്മ ചെറുപ്പകാലം മുതലേ പട്ടിണിയാണെങ്കിലും പള്ളിയിൽ പോയ അമ്മ, 10 മക്കളെ നൊന്ത് പ്രസവിച്ച് വളർത്തി കഷ്ടപ്പെട്ട അമ്മ, സൺഡേ സ്കൂൾ പഠിപ്പിച്ച അമ്മ, സ്ത്രീ സമാജത്തിൽ പോയ അമ്മ. ഈ അമ്മ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ 10 മക്കളുണ്ടായിരുന്നു, വളർത്തി. നിന്റെ മക്കൾ വളർത്തിയ നിന്റെ കാര്യം, എനിക്ക് ഞങ്ങൾക്ക് എന്തോ വേണം. വേറൊരുത്തർ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ 2 കൊലപാതകവും 5-6 വ്യഭിചാരവും 5-6 ഭവനവേദനവും നടത്തി. പ്രൈസ്തലോ. ആരുടെ സാക്ഷ്യത്തിന്റെ വിലയുള്ളായി? നിങ്ങൾ വിലയിരുത്തിക്കോ. ആരുടെ സാക്ഷ്യത്തിന്റെ വിലയുള്ളത്? നേരെ അമ്മച്ചിയുടെ സാക്ഷ്യത്തിന് ഒരു വിലയില്ല. 5-6 ഭവനവേദനവും 2 ആളുകൾ കത്തിക്കുത്തു നടത്തിയ ആളുടെ സാക്ഷ്യത്തിന് ഭയങ്കര വിലയാണ്. കുറവുകളെ നമ്മൾ ആഘോഷിക്കുക. കുറവുകളുടെ താരപരിവേഷമാണ്. കുറവുകളുടെ താരപരിവേഷങ്ങൾ നാം ആഘോഷിക്കുക. ആർക്ക് ഈ കുറവുകളെ പറ്റി ബോധ്യങ്ങളുണ്ട്? ശതാധിപൻ അങ്ങനെയാണ്. തന്റെ ജീവിതത്തിന്റെ കുറവുകളെ പറ്റി ബോധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം എന്തെന്ന് പറയാമോ? വേദപുസ്തകം പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം പാപഭാരമാണ്, ഹൃദയഭാരം. ചില നെഞ്ചിനകത്ത് ഭയങ്കര കനമാണ്. CT സ്കാൻ 4 എടുത്ത് പറയണേ, എന്റെ നെഞ്ചിനകത്ത് ഭയങ്കര കനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കനം പാപഭാരം. തെളിയിക്കാം. യോനാ പ്രവാചകനെ നാം കാണുന്നുണ്ട്. ദൈവ കൽപ്പന നിഷേധിച്ചിട്ട് തർശീസിലേക്ക് കപ്പൽ കയറിയ യോനാ പ്രവാചകൻ കപ്പലിടയ്ക്ക് തിരമാല മധ്യത്തിൽ ആക്കപ്പെട്ടു. കപ്പൽ പ്രമാണി എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് കപ്പലിന്റെ ഭാരം കുറയ്ക്കാം. എന്തോ കുറയ്ക്കാം? കപ്പലിന്റെ ഭാരം കുറയ്ക്കാം. കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ അവൻ ആദ്യം എന്തോ ചെയ്തു? യോനായല്ല, ആദ്യം കളഞ്ഞത് കപ്പലിലെ സാധനം മുഴുവൻ എടുത്ത് പുറത്തു കളഞ്ഞു. കപ്പലിന്റെ ഭാരം കുറഞ്ഞോ? ഒട്ടും കുറഞ്ഞില്ല. രണ്ടാമത് കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ ആരെ പുറത്തു കളഞ്ഞു? യോനായെ പുറത്തു കളഞ്ഞു. അപ്പം കപ്പലിന്റെ ഇതിനകത്ത് ആർക്കാ ഭാരം? കപ്പലിലെ സാധനങ്ങൾക്കോ യോനയ്ക്കോ? പറഞ്ഞു, കപ്പലിലെ സാധനങ്ങൾക്കോ യോനയ്ക്കോ? യോനയ്ക്കെന്തോ കൊണ്ടമായിരിക്കില്ലേ? ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ ഭാരം പാപഭാരമാണ്. അതുകൊണ്ട് ഈ കുംഭസാരത്തെ പറ്റി പിതാക്കന്മാർ ആചാരമായത് ഈ പശ്ചാത്തലത്തിലാണ്. കുറവുകളെ ദൈവസ്ഥിതി ഏറ്റുപറയുവാൻ കഴിയും. അപ്പൊ നമ്മുടെ ഒരു ചോദ്യം, എന്താ കുറവ്? ഇതൊക്കെയാണ് ഒരു കുറവാണ്. അത് ശരിയാണ്. പാപമുണ്ടെങ്കിലേ പാപബോധമുള്ളൂ, കുറ്റമുണ്ടെങ്കിലേ കുറ്റബോധമുള്ളൂ. പിന്നെ എന്താ പാപം? അത് ഗൗരവമായ ചോദ്യമാണ്. എന്താണ് കുറ്റം? അതറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടമാണ്. ഇപ്പൊ പാവമില്ല, വീക്ക്നെസ് മാത്രമേ ഉള്ളൂ. പാവമില്ല, പിന്നെന്താ ഉള്ളത്? അങ്ങനെ ചെറിയ വീക്ക്നെസ് ഉണ്ട്, അത്രയും കുറച്ച് ഇമ്പോർട്ടൻറ്റ്. പാവമല്ല, പാവമില്ല. കല്യാണത്തിന് തലേ ദിവസം മണവാളത്തിലൊക്കെ മദ്യപിക്കുന്നത് കേട്ടെന്ന് ആദ്യ കുത്ത് മണവാട്ടിയുടെ അപ്പൻ മണവാളന്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്, കല്യാണം കഴിച്ചാലാണ് പൊക്കോളൂ. പാവങ്ങളൊക്കെ വീക്ക്നെസ്സിന്റെ പട്ടികയിലാണ്. പാവങ്ങളിൽ ഇവിടെ, കുറവുകൾ ഇവിടെയില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് 1-2 നിക്കറേ ഉള്ളായിരുന്നു. അത് ഈ അവിടെ എവിടെയും കുത്തിത്തേച്ച് നിക്കറുമായിട്ടാണ് സ്കൂളിൽ പോണേ. ഈ കീറലൊക്കെ സ്ലേറ്റ് കൊണ്ട് മറച്ചു പിടിച്ചാ സ്കൂളിൽ പോവാ സാധാരണ. ഈ അടുത്ത കാലത്ത് MG ജോസഫിന്റെ ഒരു കോൺഫറൻസിന് പോയി. എന്നെ സ്വാഗതം ചെയ്ത് എഴുന്നേറ്റ സെക്രട്ടറിയുടെ പാൻ്റെ 16 എഴുത്ത് ഞാൻ എഴുതി. നല്ല പാൻ്റെ ഇങ്ങനെ കത്തിരിച്ചു വെച്ചിരിക്കുക. മുറിവ് ഇവിടെ കീറലുകൾ ഇന്ന് ആഘോഷമാണ്. കീറലുകൾ അപമാനമായ തലമുറ പോയി പറഞ്ഞു. കീറലുകൾ ആഘോഷമായ തലമുറകൾ വന്നുപോയി. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതം ഒന്ന് മറിയാമിന്റെ വിശ്വാസ ജീവിതത്തെ പറ്റി പറയുന്നുള്ളൂ. ബാല്യത്തിൽ താൻ ഇടയൊട്ടുടകവും താൻ സ്മൃതി വലുതാക്കി ദേവാകാരെ മേശയിൽ വെച്ച ഒരു അപ്പത്താൽ താൻ പരിപോഷിതയായി നമ്മെ പറ്റി പാടുന്നത്. ബാല്യകാരെ മേശയിൽ വെച്ച ഒരു അപ്പത്താൽ താൻ പരിപോഷിതയായി. നമ്മുടെ പിള്ളേര് ഹോർലിക്സും കോംപ്ലാനും ഒക്കെ അടിച്ച് പരിപോഷിതയായി. നല്ലത്. ദൈവസന്നിധിയിൽ
ഇത്ര പരിപക്വമായ ജീവിതാനുഭവങ്ങളെ, നിർമ്മലമായ ജീവിതാനുഭവങ്ങളെ വളർത്തിയെടുക്കുവാൻ കഴിയുമെന്നും ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗത്ത് നാം കാണുന്ന ആ വിശ്വാസ ജീവിതം കുറവുകളെ മറച്ചു വെക്കാതെ അംഗീകരിക്കുന്ന കുമ്പസാര ജീവിതം അത് വേദഭാഗത്ത് നാം കാണുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഈ ശതാധിപൻ പിടിച്ചു കുലുക്കട്ടെ. ശതാധിപന്റെ ജീവിതം നമ്മെ അക്ഷരാർത്ഥം പിടിച്ചു കുലുക്കട്ടെ. ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്, ഇവിടെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യോജിക്കത്തില്ല, വേണ്ട, നിങ്ങൾ യോജിക്കണ്ട. എനിക്ക് സയന്റിഫിക് റീസൺസ് ഒന്നും പറയാനില്ല, പക്ഷേ മൈ ഓൺ സ്പിരിച്വൽ റീസൺസ് ഉണ്ട്. ചില ആത്മീയമായ റീസൺസിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം പറയട്ടെ. കുമ്പസാരിച്ചാൽ ക്യാൻസർ വരത്തില്ല എന്നതാ പറയാൻ പോകും. എന്താണ് കുമ്പസാരിച്ചാൽ? ഇത് വെറുതെ പറഞ്ഞില്ല, സ്പിരിച്വൽ റീസൺസ് അതിലുണ്ട്. എന്താണ് ക്യാൻസറിന്റെ ആധാരം? നമ്മുടെ അസംതൃപ്തമായ വികാരങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടന്നിങ്ങനെ ഓടുക, ലിവറിലും കിഡ്നിയിലും കരളിലും ഇങ്ങനെ കുത്തുകയും, നമ്മൾ അതിന് പറയുന്ന പച്ചമലയാളം മനസ്സിൽ കിടന്ന്, നമ്മൾ പറയുന്നതന്നെ മനസ്സിൽ കിടന്ന് കുത്തുന്നു, അല്ലെങ്കിൽ തികട്ടുന്നു. ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിച്ച പദങ്ങളല്ല. ഒന്നും കുത്തുന്നു അല്ലെങ്കിൽ തികട്ടുന്നു, രണ്ടും കുഴപ്പമാണ്. ഇതിങ്ങനെ കുത്തി കുത്തി ലിവറിലൊരു മുഴ അല്ലെങ്കിൽ കിഴുത്ത, കുടലൊരു മുഴ അല്ലെങ്കിൽ കിഴുത്ത, ഇതിങ്ങനെ പുറത്തു കളഞ്ഞാൽ എന്തുണ്ടാവില്ല? സിമ്പിൾ. ഇത് പുറത്ത് കളഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകില്ല എന്ന് പറയുന്ന സ്പിരിച്വൽ റീസൺസിനെ അവതരിപ്പിച്ചു. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിലേക്ക് ഏറ്റുപറയുവാൻ കഴിയും. അത് ശതാധിപൻ പരിശുദ്ധാത്മയും നമ്മൾ പഠിപ്പിക്കുന്ന വിശ്വാസ ദർശനമാണ്. ഒരു കാര്യം പറഞ്ഞു നിർത്തുകയും ഈ സന്ധ്യയുടെ ശുശ്രൂഷ, ആധുനിക മനുഷ്യനെ പറ്റി ഒരു നിരീക്ഷണം ഇങ്ങനെ കണ്ടു. ആധുനിക മനുഷ്യന് 3 കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, ഒരു ശിശുവായിരിക്കുമ്പോൾ അവന്റെ താല്പര്യം എത്രയും വേഗം വളർന്ന് ഒരു യുവാവായി കല്യാണമൊക്കെ കഴിക്കണമെന്ന്. ഒരു കല്യാണം കഴിക്കുമ്പോൾ അതിന്റെ അബദ്ധവശം പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അവന് വിചാരിച്ചു ശിശുവായിരുന്നേ നമ്മളിപ്പോ ചിന്തിക്കുന്നു. അപ്പൊ ശിശുവായിരിക്കുമ്പോൾ യുവാവാകണമെന്നും, യുവാവാകുമ്പോ ഇത് മനുഷ്യന്റെ ഒരു കുഴപ്പമാണ്. 2, ജോലി ചെയ്യുമ്പോ ഒരു കട്ടൻ കാപ്പിക്ക് പോലും പൈസ ചെലവാക്കാതെ അധ്വാനിച്ച് സമ്പാദിക്കും. ഒരു 55-56 വയസ്സ് ആകുമ്പോ ഈ സമ്പാദിച്ച പൈസ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് 4 CT സ്കാനും 5-6 എക്സ്റേയും ഒക്കെ എടുക്കും. അപ്പൊ ആരോഗ്യം കളഞ്ഞ് സമ്പാദിക്കും, സമ്പാദ്യം കൊടുത്ത് ആരോഗ്യം വാങ്ങിക്കും. 2ാമത്തെ കുഴപ്പമാണ്. 3, ഇന്ന് അവന്റെ ടെൻഷൻ നാളെ എന്താവും, നാളെ അവന്റെ പ്രശ്നം. ഇന്നലെ കഴിഞ്ഞു പോയല്ലോ, അവസാനം ഇന്നലെയില്ല നാളെ. ഈ കുഴപ്പങ്ങൾ നമുക്കുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതാനുഭവത്തിൽ ശതാധിപന്റെ വിശ്വാസം തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇൻക്രെഡിബിൾ. ആ വിശ്വാസ ജീവിതം ശ്രേഷ്ഠമാകുള്ള 3 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. 1, the quality of his habit, ജീവന് വിലയുണ്ടെന്നറിയാം. 2, the quality of his intervention, ഇടപെടലുകൾ അനുരഞ്ജനത്തിൻ്റെതാ. 3, the quality of his faith, കുറവുകളെ പറ്റി ബോധ്യമുണ്ട്, കുമ്പസാരിക്കാൻ മനസ്സുണ്ട്. അങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതം ശ്രേഷ്ഠമാകുക സർവശക്തൻ തന്നെ പൊൻകരങ്ങളെ മേൽ ഒതുക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിക്കായി ആദരണീയനായ ജോർജിനുള്ള നന്ദി, നിങ്ങൾ എവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ആവർത്തിച്ചറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.